നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയർ SP ശ്രീ ജോർജ് ജോസഫ്, മുൻ MLA PC ജോർജ്, ഫാദർ സ്കോട്ട് സ്ലീബ പൊടിമൂടൻ, സാമൂഹ്യ നിരീക്ഷകൻ, കെവിൻ പീറ്റർ, കാസ പ്രസിഡന്റ് എന്നിവരാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 13 വർഷങ്ങൾക്ക് ശേഷം കൈവെട്ട് കേസിലെ പ്രതി, പ്രമാദമായ കൈവെട്ട് കേസിലെ പ്രതിയെ 13 വർഷങ്ങൾക്ക് ശേഷം NIA വേണ്ടി വന്ന് അറസ്റ്റ് ചെയ്യാൻ. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റാഡിക്കൽ ഇസ്ലാമിന്റെ ഇൻഫെക്ഷൻ എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആയി കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്ന ചർച്ചയാണ് നമ്മളിവിടെ നടത്തുവാൻ പോകുന്നത്. ചർച്ചയിലേക്ക് എല്ലാ ഗസ്റ്റുകൾക്കും സ്വാഗതം, പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് ചർച്ച തുടങ്ങാം. ആദ്യം ശ്രീ ജോർജ് ജോസഫ് സാർ, നമുക്കറിയാം NIA കണ്ടെത്തലനുസരിച്ച് ഈ സവാദ് ഇവിടെ നിന്ന് ബാംഗ്ലൂർ ചെന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഖത്തറിൽ പോയി എന്ന് പറയുന്നു, അതിനുശേഷം തിരിച്ചു വന്നു എന്ന് പറയുന്നു. ഇത് കൂടാതെ നേപ്പാളിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, സിറിയയിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ സവാദിന്റെ പല രാജ്യങ്ങളിലും ആഫ്രിക്കയിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഒരു സംശയം, ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഈ പോക്കുവരവ് എത്രത്തോളം സാധ്യമാണ് എന്നുള്ള ഒരു സംഗതിയാണ്. സവാദ് ഇവിടെ ഉണ്ടായിരുന്നോ അതോ പോക്കുവരവ് നടത്തിയിരുന്നോ എന്നുള്ളത്, അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്? ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഒരു പോക്കങ്ങ് പോയി. ആ മഴു എടുത്തോണ്ട് ജോസഫ് സാറിന്റെ കൈവെട്ടി എറിഞ്ഞ ശേഷം മഴുവായിട്ട് പോയി നേരെ ബാംഗ്ലൂർ പോയെന്നാണ് അന്നത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മനസ്സിലായത്. ബാംഗ്ലൂരിൽ നിന്ന് നേപ്പാളിൽ പോയി, പിന്നെ ഒരു ഊഹമാണെന്ന് എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിൽ പോയി, സിറിയയിൽ പോയി, ഇറാഖിൽ പോയി എന്നൊക്കെ ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇയാള് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇയാള് നേരെ നേപ്പാളിൽ പോയിട്ട് ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് സുഖമായിട്ട് ഇങ്ങ് വരാം. അങ്ങോട്ട് പോയി എന്നൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നിട്ട് കഴിഞ്ഞ 8 വർഷം, ഇപ്പൊ 11 വർഷമായിട്ട് അയാളെ കാണാനില്ലായിരുന്നു. 8 വർഷം കൊണ്ട് അയാള് കണ്ണൂര്, കാസർഗോഡ് സ്ഥലത്തുണ്ട്. അയാൾക്ക് SDPIയുടെ പഴയ SDPI പ്രവർത്തകരാണ് പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ടിരുന്നത്. അയാൾ ഇപ്പം ഈ പിടിക്കപ്പെട്ട സ്ഥലം അവർക്കറിയാം. നേരത്തെ ഇയാള് വളപട്ടണം, അതുപോലെ വിളക്കോട് എന്ന സ്ഥലം, മട്ടന്നൂര്, ഇവിടെ എല്ലാം ഇയാൾ പല സന്ദർഭത്തിൽ ഇപ്പൊ പിടിച്ച സ്ഥലത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. പിടിക്കാനുള്ള കാരണം ഉണ്ടായത് NIA ഇതിന്റെ കുറേ നടന്നിരുന്നു, കേരള പോലീസ് നടന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചുകാർക്ക് ഈ വിവരം കിട്ടിയിരിക്കണം. ഒരു സ്ട്രേഞ്ചർ വന്ന് മട്ടന്നൂർ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. ഭാര്യയുണ്ട്. ഇയാൾ അവിടെ വരുമ്പം ഒരു കുട്ടിയുണ്ട്. വന്നതിന് ശേഷം പ്രസവിച്ച് ഇയാളുടെ ഭാര്യ ഇപ്പൊ ആ കുട്ടിക്ക് 9 മാസമോ 10 മാസമോ കണ്ടുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഇയാള് ഈ വളപട്ടണത്തും അവിടെ പല 2-3 സ്ഥലങ്ങളിലും 1 വർഷം 2 വർഷമൊക്കെ മാറി താമസിക്കുന്ന ഇപ്പൊ NIAക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 2ാമത്തെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ നേരത്തെ ഇയാൾ പതുക്കെ, ഇത്രയും വർഷമായില്ലേ, 13 വർഷമായില്ലേ, അയാളുടെ ബുദ്ധി അങ്ങനെയാ വർക്ക് ചെയ്തത്. അയാൾ പതുക്കെ അയാളുടെ ഒറിജിനൽ പേര് സ്കൂളില് ആ കുട്ടിയെ ചേർത്തപ്പം, അല്ലെങ്കിൽ ആ പഞ്ചായത്തില് ആ ബർത്ത് ഉണ്ടായ സമയത്ത് ഇയാളുടെ ഒറിജിനൽ സവാദ് എന്ന് അങ്ങ് ചേർത്തു. അതിനു മുമ്പ് വരെ ഷാജഹാനായി 13 വർഷം നടന്നയാള് ആദ്യമായിട്ട് സവാദ് എന്ന് പറഞ്ഞ് ആ കൊച്ചിന്റെ ജനന സർട്ടിഫിക്കറ്റിനകത്ത് പഞ്ചായത്ത് ഇന്റിമേറ്റ് ചെയ്തപ്പോൾ പതുക്കെ ചേർത്ത് നോക്കി. അതാരും കാണില്ല, പിടിക്കില്ല എന്നാണ് ഇയാൾ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് NIA ട്രാക്ക് ചെയ്ത് ഇയാളിലേക്ക് എത്തുന്നത്. ഇയാളെ എത്തിക്കഴിഞ്ഞപ്പോഴും ഇയാള് ഷാജഹാനാണെന്ന് പറഞ്ഞു. പക്ഷെ TJ ജോസഫ് സാറിനെ വെട്ടിയ സമയത്ത് ഇയാളുടെ പുറത്ത് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ആ പാട് അവിടെ ഉണ്ടാവുമല്ലോ. ഉടനെ ഷട്ടൂരി ആ പാട് നോക്കി, ആ പാടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഉള്ളൊരു ഖത്തറിന്റെ പേരും വരുന്നുണ്ടല്ലോ. ബാംഗ്ലൂരിൽ നിന്ന് ഖത്തറിൽ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ പുറം രാജ്യങ്ങളിലൂടെ ഏകദേശം 9 രാജ്യങ്ങളിലോളം അന്വേഷണം നടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ സാധ്യതകൾ എത്രത്തോളം ആയിരിക്കും? ഇപ്പം നമ്മൾ പറയുന്നോട് ആ സാധ്യത വളരെ ബ്ലീക്കായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാൾ നേപ്പാളിൽ പോയിട്ട് അങ്ങ് ബംഗ്ലാദേശിൽ പോയെന്ന് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ ഏത് പാസ്പോർട്ട് ഉപയോഗിച്ചു എന്നൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 2 മൊബൈൽ ഫോണും ഒരു സിം കാർഡുമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, സീസ് ചെയ്തിരിക്കുന്നത്. അപ്പോ അതിൽ നിന്ന് ഇയാൾ ആരൊക്കെയാണ് ബന്ധപ്പെടുന്നത്? ഇയാൾക്ക് SDPIയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. SDPIക്കാരനായ ഒരാളുടെ മകളെ തന്നെയാണ് ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് കാസർഗോഡ് നിന്ന്. അപ്പൊ അയാൾക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നു, ഇയാൾ ഈ കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നുണ്ട്. ശരിയായിരിക്കാം ചിലപ്പോ. പക്ഷേ
ഇയാൾക്ക് ഇതുവരെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് നാട്ടിൽ തന്നെ ഇയാൾക്ക് ധൈര്യസമേതം താമസിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുത്ത SDPI തന്നെയാണ്. അത് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. കാരണം ഇന്ത്യയിലെ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഏറ്റവും മുന്തിയ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ്. 14 സ്റ്റേറ്റിലോട്ട് അവർ വ്യാപിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള കേരളത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ തന്നെയാണ് സേഫ് ആണെന്ന് ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞത്. 11 വർഷം ഇവിടെ നിന്നതിൽ 8 വർഷവും ഇവിടെ തന്നെ ഉണ്ട്. വന്നു പോയിട്ടുണ്ടാകാം. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പുറം രാജ്യങ്ങളിൽ പോയി വന്നു എന്നുള്ളത് അപ്പോൾ അതൊരു സാധ്യത ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതിനകത്ത് സാധ്യത കുറവ്. അത് പത്രക്കാരല്ലേ പറഞ്ഞുള്ളൂ. വേറെ ആരാ പറഞ്ഞിരിക്കുന്നത്? CBI പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ IB പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ NIA പറഞ്ഞിട്ടുണ്ടോ? കേരള പോലീസ് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു സൃഷ്ടികളാണ്. അപ്പൊ അതിനകത്തൊന്നും ഇപ്പൊ എനിക്ക് അതിനകത്ത് വലിയ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ 13 വർഷം ഉണ്ടതേ. വന്നു പോയിട്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് അയാൾ പോവില്ല. ഇയാൾ ഒതുങ്ങിക്കൂടി നടക്കുകയാണ്. കാരണം ഈ വന്നു പോയിട്ട് പിടിക്കപ്പെട്ടത് മട്ടന്നൂരിൽ നിന്നാണ്. നമുക്കറിയാം, പാർട്ടി ഗ്രാമങ്ങളുടെ അവസ്ഥ അറിയാം, SDPIയുടെ ഒക്കെ ശക്തി കേന്ദ്രങ്ങളുടെ അവസ്ഥ അറിയാം. അപ്പോൾ അതിനെ എങ്ങനെയാ കാണുന്നത്? സഹായം കിട്ടാതെ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. SDPIയുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഇപ്പം അയാള് സ്വന്തമായിട്ട് കൂലിപ്പണി ചെയ്ത് മരപ്പണി പഠിച്ച് കുടുംബത്തിനെ വളർത്താൻ തുടങ്ങിയതിന്റെ കാരണം SDPI എന്നുള്ള വരുമാനം നിന്നു. കാരണം വിദേശത്ത് നിന്ന് SDPIക്ക് ഇപ്പം പണം കിട്ടുന്നില്ല. അപ്പൊ അവരുടെ എല്ലാ ഭാഗത്തും അവർക്ക് പണമില്ലാതെ വന്നു കഴിഞ്ഞപ്പം അവരവര് പതുക്കെ അതിൽ നിന്ന് പിന്മാറി ഓരോരുത്തർ അവരുടെ ജോലി നോക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ആ ഫണ്ടിന്റെ വരവ് നിന്നു. അത് സെൻട്രൽ ഗവൺമെന്റ് അത് കൃത്യമായിട്ട് ഫോറിൻ മണി വരുന്നത് ഇപ്പം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ആർക്കും അങ്ങനെ ഫണ്ട് കിട്ടില്ല. ഏത് സംഘടനയ്ക്കായാലും ഫണ്ട് കിട്ടാൻ പോകുന്നില്ല. അതിനൊക്കെ കൃത്യമായ കണക്കും കൃത്യമായ അവരുടെ ഇൻഫർമേഷനും അവർ ലഭിച്ചോട്ടായിരിക്കുന്നത്. അതുകൊണ്ട് SDPIയുടെ പ്രവർത്തനം അവരൊരു സ്ലീപ്പിംഗ് സെല്ലായിട്ട് കേരളത്തിൽ തന്നെ ഉണ്ട്. അവരതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കാരണം അവരുടെ ഒരു സഹായമില്ലാതെ ഇയാൾക്ക് ഈ കേരളത്തിലെ ഇത്രയും വർഷം 8 വർഷം ജീവിക്കാൻ പറ്റില്ല. കാരണം ആ വീടിനടുത്ത് താമസിക്കുന്ന ആൾക്കാർ തന്നെ, നൗഫൽ എന്ന് പറഞ്ഞ ആള് പറയുന്നത്, ഇയാള് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇയാളെ അവർക്ക് അധികം കണ്ടിട്ടില്ല. ഇയാളുടെ ഭാര്യയുടെ പേരിലാണ് ആ വീടിന്റെ വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുവരെ ഇയാള് പുറത്തോട്ടൊന്നും വരത്തില്ല. അവിടെ തന്നെ SDPIക്കാർ കോൺട്രാക്ട് എടുത്ത് നടത്തുന്ന ഒരു വീട് പണിയിൽ അവിടുത്തെ പണിക്കാരനായിട്ടാണ് ഇയാൾ വന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പം NIA ഒരു 120B ഡോക്ടർ പ്രൊഫസർ PJ ജോസഫ് സാർ പറയുന്നുണ്ട്, ഇയാളെ പിടിച്ചതിലൊന്നും പ്രതികരിക്കുന്നില്ല ഞാന്. ആരാണ് എന്റെ കൈ വെട്ടാനായിട്ട് ഇവരെ ഇവരെ ടൂള് മാത്രമാണ്. അത് ആരാണ് എങ്കിൽ മാത്രമേ എനിക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. അത് കണ്ടുപിടിക്കട്ടെ NIA. പക്ഷേ പുള്ളി അത് പറയുമ്പോൾ പോലും ഒരു തത്വശാസ്ത്രത്തിന്റെ പിന്തുണയോടെ അത് ബ്രെയിനിൽ അത് ആവാഹിച്ചെടുത്തിട്ട് വന്ന് ചെയ്തതാണ്, അവര് സമ്പൂർണമായ ബോധ്യത്തോടെ ചെയ്തതാണ് എന്നുള്ള ഒരു വസ്തുത പോലും അതിന്റെ പിന്നിലുണ്ട്. അല്ല, ഞാൻ പറയണത്, ഈ ഡൽഹിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ട്രെയിൻ കത്തിച്ചല്ലോ, അയാൾ തന്നെ വന്ന് ഇവിടെ കണ്ടുപിടിച്ച് അയാളുടെ ബ്രെയിനില് ഇതിങ്ങനെ ചെയ്യണമെന്ന് തോന്നി വേറൊരാളുടെ സഹായം ലഭിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ പോലെ ഒരാൾ അയാൾ അങ്ങനെ രക്ഷപ്പെട്ടു. ഇപ്പം തന്നെ ഉണ്ടല്ലോ, കൊച്ചിനെ കാണാതെ പോയത് കൊണ്ട് ഓയൂര്, അവര് പറയുന്നത് എന്താണ്? അത് പൊരുത്തപ്പെടുന്നില്ല. ആ പത്മകുമാറും അയാളുടെ ഭാര്യയും മകളോട് ചേർന്ന് പറയുന്നത് മകളുടെ ഇതിനനുസരിച്ചാണ് ആ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയത്. കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയെങ്കിൽ എങ്ങനെയാണ് അതിന് പൈസ കിട്ടുന്നത്? ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് അപ്പം ഹാർഡ് കോഡ് ക്രിമിനൽസിന് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ അത് തന്നെ, അത് ഇയാളുടെ ആ രീതിയിലുള്ള സംസാരമൊന്നും നമുക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല. ആരാണ് ഇയാളെ കൈവെട്ടാൻ പറഞ്ഞത്? ആരാണ് ആ ബ്രെയിൻ, അതിന്റെ പിന്നിലെ ബ്രെയിൻ? അവരെ കണ്ടെത്തണം. അത് NIA കണ്ടെത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഇങ്ങനെയുള്ള ടെററിസത്തിന് ഉണ്ടാകുന്നത് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് പരിച്ഛേദം നിർത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇയാളെ ആരാണ് സംരക്ഷിച്ചത്? ഇയാളെ ഇപ്പം അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡി വാങ്ങും. അതിനുശേഷം ഈ 120B ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ആരാണ്, എത്ര പേരുണ്ട്, അവരവിടെ ചേർത്ത് ഒന്നിച്ച് ട്രയൽ നടത്തണം. 53 പേരെ എങ്ങാണ്ട് ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ചാർജ് ഷീറ്റിനകത്ത്. ഓക്കെ നമുക്ക് PC ജോർജ് സാറിലേക്ക് പോവാം.
ജോസ്, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, 1993 ചേകന്നൂർ മൗലവി കേസ് ഉണ്ടാകുന്നു. അതിനുശേഷം ഒരുപാട് പോലീസ് അന്വേഷണങ്ങൾ നടക്കുന്നു. പല ബോഡികൾ ചേകന്നൂർ മൗലവിയുടേത് ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ ആ അന്വേഷണത്തിന്റെ അവസാനം ഒരുപക്ഷെ മലബാറിൽ തീവ്രവാദം വളരുന്നു എന്നൊരു കണ്ടെത്തൽ ഉണ്ടാവുന്നു. അതിനുശേഷം നമുക്കറിയാം, മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കാലത്ത് ഇതിന്റെ ചെറിയ ആയുധങ്ങൾ പിടിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ തീവ്രവാദം വളരുന്നതിന്റെ പ്രത്യക്ഷമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് കാര്യക്ഷമമായി, നമുക്ക് അറിയാവുന്ന പോലെ ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷം, UDF, LDF, അങ്ങനെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ക്രിയാത്മകമായി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കാതെ പോയതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഇതുപോലുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായതിൻ്റെ ഒരു സൂചനയാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോ ഈ പ്രതിയെ പിടിക്കാതെ പോവുക എന്ന് പറഞ്ഞ് എല്ലാം ഇതുപോലുള്ള ഭീകരവാദം എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇപ്പൊ ജസ്നയുടെ കേസ് സംശയാസ്പദമാണ്. ചേകന്നൂർ മൗലവിയെ വളരെ ക്ലിയർ ആണ് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ കൊന്നതാണ്, ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ എല്ലാ കേസും അതുപോലാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു 10-20 വർഷമായി അല്ലെങ്കിൽ 25 വർഷമായി കേരളത്തിൽ വളരെ വ്യാപകമായ തോതിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദം നടക്കുന്നുണ്ട്. നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണെന്ന് അറിയാമല്ലോ, അപ്പൊ പിന്നെ കൂടുതൽ വർത്തമാനം പറയും. എനിക്കറിയാലോ, ഇവിടുന്ന് തന്നെ 8 പോയിന്റ് ഇപ്പോഴും ജയിലിൽ പോയി കിടപ്പുണ്ട്. ഒരു കൗൺസിലർ ഇപ്പോഴും ജയിലിൽ കിടക്കുക. ഈയിടെ അയാളെ കൊണ്ടുപോയിട്ട് 9 മാസം കഴിഞ്ഞു. ഒരു കൗൺസിലർ, ഇവിടുത്തെ SDP കൗൺസിലറാണ്. ഞാൻ പറഞ്ഞത് ഇത് വളരെ ശക്തമായിട്ടുണ്ട്, നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കെവിൻ പീറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇപ്പൊ ജോസഫ് സാറിന്റെ കൈ വെട്ടിയതുള്ളൂ, പക്ഷെ കെവിൻ പീറ്ററെ കിട്ടി അവർ കഴുത്തു വെട്ടും. എനിക്കറിയാം, അവർ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ആളാണ് കെവിൻ പീറ്റർ. എത്രമാത്രം ശത്രുതയോടെ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പെരുമാറുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ ഈ പ്രൊഫസറുടെ കാര്യം തന്നെ എടുക്കാം. പ്രൊഫസർ പറഞ്ഞ ഒരു ചോദ്യ പേപ്പറിൽ എഴുതുക യാതൊരു തെറ്റും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളുടെ ശക്തി എന്താണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ നബിയുടെ പേര് പറഞ്ഞവരെ പിടിച്ചേക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത സഭാത PT കുഞ്ഞുമുഹമ്മദിന്റെ ഒരു ഉദ്ധരണി അദ്ദേഹം അതേപോലെ എഴുതുക ചെയ്തേ. അദ്ദേഹം പറഞ്ഞത് PT കുഞ്ഞുമുഹമ്മദ് ഉദ്ധരണിയാണ് അദ്ദേഹം എഴുതിയത്. പക്ഷെ മനസ്സിലാക്കണം, അത് സവാദിനെ പോലുള്ള ഈ ഭീകരവാദികളെ ഇങ്ങനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് ആലോചിക്കണ്ടേ. ഇവിടെ ഇതിനകത്ത് പോലും ഈ നമ്മുടെ ഗവൺമെന്റ് കോടതിയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. 31 പ്രതികളെ ചാർജ് ചെയ്തു. അതിൽ 18 പേരെ വെറുതെ വിട്ടു പോരെ, ബാക്കി 13 പേരെ ശിക്ഷിച്ചു. 2ാം ട്രയലില് ആ 13-ൽ 6 എണ്ണത്തിനെ വെറുതെ വിട്ടു, ബാക്കി 7 എണ്ണത്തിനെ ശിക്ഷിച്ചു. ഇതാണ് കോടതി. ബഹുമാനയുടെ കോടതിയുടെ മുമ്പിൽ തെളിവാണ് വേണ്ടത്, അല്ലാതെ അവർക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷെ തെളിവ് ഈ പാതിരാ സമയത്ത് വന്ന് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് ദൃക്സാക്ഷി വേണമെന്ന് കോടതി പറഞ്ഞ എവിടെ നിന്നുണ്ടാക്കും? പോലീസിന് കഴിയില്ല. സാഹചര്യ തെളിവുകൾ ഇപ്പം ഒരു 2 വ്യക്തികൾ തമ്മിൽ നടത്തിയ ഒരു കൊലപാതകത്തിന്റെ പേരിൽ അതിന്റെ സാഹചര്യ തെളിവ് കിട്ടുന്നില്ലതാ, ദൃക്സാക്ഷി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പകല് ഈരാറ്റുപേട്ട വെച്ചൊരു കൊലപാതകം നടന്നത് ദൃക്സാക്ഷി ഇല്ലെന്ന് ശരിയാവില്ല. പക്ഷെ പാതിരാ സമയത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ സാഹചര്യ തെളിവുകൾ കണക്കിലെടുക്കാനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട കോടതിക്കുണ്ട്. ഇല്ലെ കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഈ അടുത്ത കാലത്തല്ലേ ഒരു പെൺകുഞ്ഞിനെ കൊന്നിട്ട് പ്രതിയെ വെറുതെ വിട്ടു. നാട്ടുകാർ മുഴുവൻ വളരെ രോഷാകുലരാ. ആ ജഡ്ജിയുടെ ജഡ്ജിമെന്റ് തെറ്റെന്ന് മാത്രമല്ല, ജഡ്ജിയെ പോലും സ്വാധീനിച്ചോ എന്ന് ജനം സംശയിക്കുന്നു. ജുഡീഷ്യറി പോലും സംശയത്തിന് നേരിലേക്ക് വരിക. എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് സർക്കാരും അടക്കം മാറി മാറി വന്നു. നമുക്ക് ഞാൻ പറയാം. അതായത് ഈ കാര്യത്തിൽ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പറയാം, ജസ്നയുടെ കേസ് എത്ര ഗവൺമെന്റ് ആയി? ഇപ്പോ VS അച്യുതാനന്ദന്റെ കാലത്ത് പോയി, അത് ഉമ്മൻചാണ്ടി വന്നു, അതിന് പിണറായി വന്നു, ഇതെല്ലാരും മാറി മാറി വന്നില്ലേ? എന്നിട്ട് എന്താ ഫലം? ഇതിനൊക്കെ പുറകിൽ എന്താ? പോലീസിനകത്ത് കള്ളന്മാരുണ്ട്. അതാണ് അതിന്റെ സത്യം. ഇവിടെ ഈ അടുത്ത കാലത്തല്ലേ തൊടുപുഴയിൽ നിന്ന് പോലീസ് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ്, റെയ്ഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവരറിഞ്ഞിരിക്കുന്ന വിവരം
ഇപ്പൊ 2 പിടിച്ചിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസർമാരെ. മനസ്സിലായില്ലേ? പോലീസിനകത്തേക്കും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനം അമിതമായി കടന്നു വന്നിരിക്കുന്നു, ഒരു സംശയം വേണ്ട. ഇവിടെ ഈ പ്രൊഫസറുടെ കൈ വെട്ടുകയാണ് ചെയ്തത്. എത്ര ഭീകരമാണ്! കൈ നേരെ വലിച്ചു വെട്ടിയിട്ട്, ഈ സവാദ വെട്ടിയിട്ട് ആ കൈ എടുത്ത് വലിച്ചെറിയുക. എന്നുവെച്ചാൽ മഴുവായിട്ടാ ഓടുന്ന അയാള്. ഒന്ന് ആലോചിച്ച്, ഇത് എവിടം വരെ പോയി ഈ രാജ്യം? അതെ, ഒരു കൈ വെട്ടാൻ തുടങ്ങിയപ്പോ ആ കൈ അല്ലാന്ന് പറഞ്ഞ് അടുത്ത കൈ വെച്ച് വെട്ടി വലിച്ചെറിഞ്ഞു. ഒന്ന് ആലോചിച്ച്, എത്ര ഭീകരതയാ! ആ ഭീകരവാദിയെ പിടിക്കാൻ 13 വർഷം എടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ആലോചിക്കേണ്ട പ്രശ്നമാണ്. അതായത് ഏതായാലും ഒരു 8 വർഷമായിട്ട് ഈ സവാദ് എന്ന് പറഞ്ഞ ഭീകരൻ കേരളത്തിലുണ്ടെന്നുള്ളൊരു സംശയമൊന്നുമില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ പോട്ടെ, 5 കൊല്ലത്ത് ഞാൻ വിട്ടിരിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കി? എനിക്ക് തർക്കമില്ല. ഇയാൾ കല്യാണം കഴിച്ചല്ലോ, കല്യാണം കഴിച്ച് 2 പിള്ളേരെ സൃഷ്ടിച്ചെടുത്തല്ലേ ഇയാള്. എന്നിട്ട് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കേരള പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തിനാ പോലീസ്? അത് എവിടെയാന്ന് ഓർക്കണം. പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിണറായി വിജയൻ കണ്ണൂരാ. ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ മുസ്ലിം ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്ന ഭരണ സംവിധാനം, അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന മന്ത്രി, ഈ മുസ്ലിം ഭീകരവാദത്തിന്റെ വക്താവായിട്ട് ആളെ പിടിച്ച് മന്ത്രിയാക്കിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കാണ്. പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം മുസ്ലിം ഭീകരവാദികൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് നല്ല തന്റെ അടുത്തോടുകൂടിയാണ് അവർ നടക്കുന്നത്. അവർക്ക് ഭയമില്ല, ഞങ്ങളെ ഒന്നും ചെയ്യാനില്ല എന്ന് വിശ്വസിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് വരും എന്നുള്ളതാണ് പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റ് ഒരു പരിധി കൂടുതൽ സ്റ്റേറ്റിന്റെ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല നിയമപരമായ കാര്യങ്ങളിൽ. ഇപ്പോ NIA അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു, അത് തന്നെ അത്ഭുതമാണ്. എവിടെ 10 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട് കഴിഞ്ഞപ്പോഴാണ് പിടുത്തം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു ഇയാളെ അറിയത്തില്ലെന്ന് ഞാൻ എങ്ങനെ വെക്കുന്നത്? അപ്പൊ അതിനകത്തൊക്കെ പോലീസിനകത്തും ആളുണ്ട്, ഗവൺമെന്റിനകത്തും ഈ ഭീകരവാദികളെ സഹായിക്കാൻ ആളുണ്ട്. ഇങ്ങനെ റവഡിസത്തിലൂടെ നീങ്ങുകയാണ്. കേരളത്തിന്റെ ഗതി വളരെ അപകടകരമായ നിലയിലാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അച്ഛനൊക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കുക. അച്ഛൻ്റെ ഒന്നും പോക്ക് അത്ര ഗുണകരമാവില്ല. സൂക്ഷിച്ചോണം, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കാരണം ഈ ഭീകരവാദികൾ അതേ നിലയിലായിട്ടുണ്ട്. എനിക്കറിയാം, എന്റെ നേരെ വന്നതല്ലേ. ഇന്നിപ്പോ ഈ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കണം. ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ രാവിലെ 5:30 മണിക്ക് പോലീസ് പിടിച്ചോണ്ട് കൊടുക്കുക. അതേ രീതിയിൽ ഈ പിണറായി ചെയ്യുന്ന അതേ രീതിയിൽ എന്റെ വീട്ടിൽ വന്ന്, ഞാൻ ഈ ഇരിക്കുന്ന എന്റെ വീട്ടിൽ വന്ന് 5:15 മണിക്ക് പോലീസ് എന്നെ പിടിക്കുക. എന്തിനാ കൊണ്ടുപോവാ? ദേവഗണിച്ച് തിരുവനന്തപുരത്തിന്. അവിടെ ചെന്ന് മൈസൂരിട്ട് തന്നെ എന്നോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. കേസിൽ എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ വർഗീയ പ്രസംഗം നടത്തിയെന്നാണ്. ഹിന്ദു മഹാസമ്മേളനത്തിൽ ഹിന്ദുത്വത്തെ പറ്റി പറഞ്ഞ വർഗീയതയാന്ന് പറയുന്ന പിണറായിയെ പോലുള്ള വിവരം കെട്ടവന്മാര് കേരളത്തിന് മുഖ്യമന്ത്രി ആയിരിക്കും. ഇത് കൂടുതൽ നടക്കുന്നത്. ഇന്ന് രാഹുലിനെ പിടിച്ചതുപോലെ രാവിലെ 5:30 മണിക്ക്. എന്താണ് കേസ്? ഒരു സെക്രട്ടേറിയറ്റ് സമരം നടന്നതിന്, അങ്ങനെ സമരം നടത്തിയ ആളുകളെ പ്രതിയാക്കുകയാണ്. എത്ര പേരെ പിടിക്കണം? അതിനെ വൃത്തികേട് നോക്കി. അതിൽ ഏറ്റവും വലിയ വൃത്തികേട് 4ാം പ്രതിയാ ഈ രാഹുല്. ബാക്കി 3 പ്രതികൾ അതിൽ ഓടി കിടക്കുന്നുണ്ട്. അവരെ വേണ്ട, രാഹുലിനെ മാത്രം മതി. ഇതൊക്കെ വൃത്തികേടല്ലേ? അതായത് ഭരണ സംവിധാനത്തിൽ വന്നിരിക്കുന്ന പുഴുക്കുത്താണ് ഇങ്ങനെ റവഡികൾക്കും കൊള്ളക്കാർക്കും ചൊല്ലുകിടക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ ഈ ചേന്നൂർ മൗലൂടെ കേസ് എത്രയോ ഭീകരമാണ്. അദ്ദേഹം മുസ്ലിം സമുദായത്തിന് എതിരായിട്ടല്ല, മുസ്ലിം സമുദായത്തിലെ പുഴുക്കുത്തുകളെ സംബന്ധിച്ച് എഴുതി. അതിപ്പോ ക്രിസ്ത്യൻ സമുദായത്തിൽ ഉള്ള പുഴുക്കുത്തുകളെ പറ്റി ബഹുമാനപ്പെട്ട സ്കോട്ട് അച്ഛൻ എഴുതിയോണ്ട് അച്ഛന് കൈവെട്ടിയാലെങ്കിൽ, അച്ഛന് കഴുത്ത് വെട്ടിയാലെങ്ങനെ നോക്കുന്നത്? അച്ഛന് പറയാൻ അവകാശമില്ലേ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യത്തിൽ ഒരു സമുദായത്തെ അവഹേളിക്കാൻ പാടില്ല, ഒരു മതവിശ്വാസത്തെ പുച്ഛിക്കാനും പാടില്ല. ഇവിടെ വേറെ സ്പീക്കർ എന്താ പറയുന്നത്? മിത്ത എന്നാ പറഞ്ഞത്. അതായത് വിശ്വാസികൾ ശബരിമല അയ്യപ്പൻ മിത്താന്ന്. ശബരിമലത്തോട് റിയാലിറ്റി ഇല്ലേ? ശബരിമല അയ്യപ്പൻ പന്തളം കൊട്ടാരത്ത് ജനിച്ചയാളാണ്. ശബരിമല അയ്യപ്പൻ നരത്തിലാത്ത ആരാ? അത് അങ്ങനെയുള്ള പ്രതികരണങ്ങളെല്ലാം നടത്താനേ, അങ്ങനെയുള്ള പ്രതികരണങ്ങളെല്ലാം വളരെ ലാഘവത്തോടെ നടത്തുന്നു. പക്ഷേ 13 വർഷമായിട്ടും പിടിക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ആള് വരേണ്ടി വന്നു, NIA വരേണ്ടി വന്നു പിടിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെ ഞാൻ പറഞ്ഞു, കേരളം നശിച്ചു. ഈ കേരളം ഇന്നത്തെ നില മുന്നോട്ട് പോകാൻ കഴിയാത്ത നില എത്തിയിട്ടുണ്ട്. ഈ കേരളത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ മടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയത്തോട് എനിക്ക് അഭിപ്രായം എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ആക്ട് ചെയ്യാൻ സമയം കഴിഞ്ഞു. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു പേരുദോഷം എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറില്ല. പണ്ട് EMS പിരിച്ചുവിട്ടു 59.
അന്ന് ഇപ്പോഴും കിടക്കുന്ന അന്ന് പിരിച്ചുവിട്ടെന്നുള്ള ആരോപണമാണ്. അതുപോലെ ബംഗാളിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന അവിടുത്തെ ഗവർണർ റിപ്പോർട്ട് കൊടുത്തില്ലേ? അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ആവശ്യപ്പെട്ടില്ല, പിരിച്ചുവിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു അതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ജനം പിരിച്ചുവിട്ടോട്ടെന്ന് അവരെ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു പരിധി വരെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എന്ന നിലയിൽ കേരളത്തിലെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ, അവന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട് എന്ന വസ്തുത കേന്ദ്ര ഗവൺമെന്റ് മറക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഗവർണറെ പോലും കല്ലെടുത്തെറിയുക, ഗവർണറെ കാറിട്ട് എറിയുക, അത്രയും വൃത്തികൾ നടത്തിട്ട് ഒരു നടപടിയില്ലെന്ന് പറഞ്ഞ് എങ്ങനെ ഒക്കുന്നത്? ഇത് നിലയിലുള്ള പോകലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഇതിനെപ്പോലുള്ള ഭീകരവാദികൾ ഇവിടെ കേരളത്തിൽ വേറെ ഒരു കാര്യം ചർച്ച ചെയ്യണം. ഇന്ത്യ വേറൊരിടത്തും ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ ജോർജ് ജോസഫ് കാണിച്ചത് പൂക്കരത്തിന് വായ്പയെന്ന് ബിസിയോർ പറഞ്ഞ ജോർജ് ജോസഫ് തെറ്റ് കാണിച്ചെന്ന് അർത്ഥമുള്ളൂ. ക്രിസ്ത്യാനി എല്ലാം തെറ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. ഇപ്പൊ കെവിൻ പീറ്റർ തെറ്റാ ചെയ്തെന്ന് പറഞ്ഞാൽ കെവിൻ പീറ്റർ ചെയ്ത് ക്രിസ്ത്യാനി എല്ലാം ചെയ്ത് തെറ്റാണെന്നില്ല. പിസിയോർ തെറ്റ് ചെയ്ത് പിസിയോർ തെറ്റ് ചെയ്യുന്ന. എന്നാൽ ഒരു മുഹമ്മദോ സക്കീറോ അല്ല നദീറോ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം തെറ്റാന്ന് പറഞ്ഞ് മുതുകത്തോട്ട് കയറുന്ന ആ നാറിയ പരിപാടി മുസ്ലിം കമ്മ്യൂണിറ്റി നിർത്തണം, അല്ലാതെ നന്നാകരുത്. മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം എത്രയോ മാന്യന്മാരുണ്ട്. നിങ്ങളെല്ലാം തീവ്രവാദികളാണോ? തീവ്രവാദികൾ എത്ര എണ്ണമുണ്ട്? ആ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന നയമാണ് നിങ്ങളത്. കാരണം എന്താ? നിങ്ങൾ ഒരുമിച്ച് കൂടുക. ആ മുഹമ്മദ് കൊറ്റുകാരനാന്ന്, അയ്യോ മുഹമ്മദിനെ പറ്റി മിണ്ടാൻ പാടില്ല, അതിനെ മുഹമ്മദ് തെറ്റ് ചെയ്ത തെറ്റാന്ന് പറയാൻ പാടില്ലേ? തെറ്റാന്ന് പറയാൻ പറ്റുകയില്ല. മുസ്ലിമിനെ മിണ്ടാൻ പാടില്ല. ഇതന്നെ ഇത് അറബി രാജ്യം വല്ലതും? അറബി രാജ്യത്താണ് ഈ ചെലവാകലെന്നും കൂടെ ഓർക്കണം. അറബി രാജ്യത്ത് നടക്കുമോ? ഇന്ത്യയിലല്ലാതെ എവിടെങ്കിലും നടക്കുമോ? ഇന്ത്യയിലല്ലാതെ എവിടെങ്കിലും ഇതിന് വൃത്തികെട്ട ഇടപാട് നടക്കുമോ? അറബ് രാജ്യങ്ങൾ പോലും മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. അതെ. ഓക്കെ, നമുക്ക് ഫാദർ സ്കോട്ട് സ്ലീബ പുളിമുള്ളിലേക്ക് പോകാം. ഫാദർ, ഒരു പക്ഷേ കൊന്നവനെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നില്ല, കൊല്ലിച്ചവരെ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഫണ്ട് ചെയ്യുന്നവരെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതിനെല്ലാം കൊട പിടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പക്ഷേ അതിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട്, അവര് ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാ ചർച്ചകളും ആര് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്താലും സഭയെ, അതിൻ്റെ ഒരു വലിയ പോർഷൻ സഭയെ കുറ്റപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പലപ്പോഴും അത് ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കുടുക്കിൽ സഭ പെട്ടു എന്ന് വേണമോ നമുക്ക് അന്നത്തെ സഭയുടെ നിലപാടിനെ കരുതാൻ? അതോ സഭ അന്ന് ഒരു സെക്കുലർ നിലപാട് സ്വീകരിച്ച് ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട എന്ന് കരുതി സഭ ഒരു സെക്കുലർ നിലപാട് സ്വീകരിച്ചു എന്ന് വേണോ ഈ പ്രശ്നത്തിൽ സഭ അടിസ്ഥാനപരമായ എടുത്ത നിലപാടിനെ കണക്കാക്കാൻ? അച്ഛന്റെ കഴിഞ്ഞ് എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് അച്ഛനും ഒരു കാര്യം പറഞ്ഞിട്ട് പറയാൻ മറന്നുപോയത്, അതുകൊണ്ടാണ് അവര് തെറ്റാ പറഞ്ഞത്. പ്രൊഫസറുടെ കൈ വെട്ടുന്നതിലും വലിയ വൃത്തികേടല്ലേ സഭ കാണിച്ചത്? എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല സഭയുടെ പറഞ്ഞ എന്നെ മൂക്കിലൂടെ പേടിയൊന്നും എനിക്കില്ല. എന്തൊരു മര്യാദടാ! ഒരു തെറ്റും ചെയ്യാത്ത പ്രൊഫസറെ പിരിച്ചുവിട്ടില്ലേ നിങ്ങൾ? കത്തോലിക്ക സഭയുടെ മാനേജ്മെന്റ് മര്യാദ കാണിച്ചത്? ഏറ്റവും വലിയ തെറ്റ് കാണിച്ചത് കത്തോലിക്ക സഭയാണെന്ന് ഞാൻ പറയും. പക്ഷേ കത്തോലിക്കനെ ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു നിലപാട് നേരം സ്വീകരിക്കണമായിരുന്നോ? അതാ എന്റെ ചോദ്യം. കാണിച്ച മര്യാദയല്ലേ? മാനേജ്മെന്റ് കാണിച്ച തെറ്റല്ലേ? എന്ത് തെറ്റിന് പ്രൊഫസറെ പിരിച്ചുവിട്ടത്? ആളെ ജോലി ഇല്ലാതാക്കിയത്, ആള് കോടതി ഒക്കെ മേടിച്ചത് വേറെ കാര്യം, പക്ഷെ മര്യാദയാണ് കാണിച്ചത്. അതായത് ഒരു മറ്റം ഭീകരവാദികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഏക്കാൻ മേലാതെ ഭാര്യയെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട അയാള് പാവമൊന്നുമല്ല കേട്ടോ, അയാൾ വേന്ദ്രന്, എന്റെ നാട്ടുകാരനാണ്, ചെമ്മലമറ്റംകാരനാണ്, അതിന്റെ ചരിത്രം ഞാൻ കിടക്കുന്നില്ല. അയാളെ ഇത്രയും ഉപദ്രവിക്കാൻ സഭയ്ക്ക് എന്താ കാര്യം? സഭ അത് ചെയ്യാവോ? മര്യാദയല്ലേ? പക്ഷേ അതിന്റെ മുന്നിലുള്ള കുറച്ച് ചരിത്രങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊരു അവസാനത്തെ ഒരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ളൊരു വാദഗതികളുണ്ട് അതിന്റെ പിന്നില്. എനിക്കറിയാലോ അയാളെ പറ്റി. അയാൾ ചെമ്മനവരെ എന്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം താമസിച്ചുകൊണ്ടിരുന്ന നീ. അയാളെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നീ. എന്റെ വീട്ടിൽ ഇവിടെ വരുത്തി ഞാൻ അയാളെ കൈകാര്യം ചെയ്തു തന്നെ ഒരു ദിവസം. അയാളെ അമ്മയെ കൊണ്ടുപോയാലേ ഇതും കൂടെ പറഞ്ഞേക്കാൻ നിങ്ങൾ സംശയിക്കേണ്ട. അയാളെ അമ്മയ്ക്ക് കഞ്ഞിയും കൊടുക്കുക. അയാള് മൂവാറ്റുപുഴ താമസം ഭാര്യ അയാളും കൂടെ. അയാളുടെ അമ്മ ഇവിടെ വീട്ടിൽ 2.5 ഏക്കർ സ്ഥലം ഇവിടെ കിടക്കുക. ആ 2.5 ഏക്കറത്തെ ആദായം നിങ്ങൾ എടുത്തുകൊണ്ട് പോകും, കഞ്ഞി കൊടുക്കാൻ. ആ അമ്മയുടെ ഈയുടെ പെങ്ങളുണ്ട് പറത്തോട്ടില്. ആ പെങ്ങള് പറഞ്ഞ കഞ്ഞി വെച്ച് കൊടുക്കാൻ അമ്മയ്ക്ക്. അവർക്ക് വീതമൊന്നും ഇല്ലാതാനും. അവരെ ആ പെങ്ങളും പെങ്ങളുടെ ഭർത്താവ് കൂടെ എന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞ ഇളെ ഇവിടെ വിളിച്ചു വരുത്തുക. ഞാൻ ബലമായിട്ട് അയാളുടെ കയ്യിൽ പിടിച്ചൊന്ന് കുത്തി, എന്നിട്ട് അമ്മയെ കൊടുത്തുവിട്ട അയാളുടെ കയ്യില് കാറെ കയറ്റി മര്യാദ കൊണ്ടുപോകാൻ പറഞ്ഞ് അമ്മയെ കൊടുത്തുവിട്ടതാ. ആ അമ്മയുടെ എന്നെ വെച്ച് തന്നെ ആക്കിയിട്ട് ഇത് കിട്ടിയെന്ന് ഓർക്കും. ദൈവശിക്ഷയെന്ന് ഞാൻ അന്ന് പറഞ്ഞു. എന്നോട് പലരും ചോദിച്ചു, ഇത്ര ഭീകരമായി ശിക്ഷ കിട്ടിയ, ഇത്ര ഭീകരമായി ആക്രമണം കിട്ടിയ ആളെ പറ്റി ദൈവശിക്ഷ എന്ന് പറയും ഞാൻ.
ആ അമ്മയുടെ മിന്നലിട്ടാന്ന് ഓർക്കണം ഈ കിട്ടിയത് ദൈവശിക്ഷയാ. പക്ഷെ ആ ശിക്ഷ നടപ്പാക്കി ഇവൻ ഈ ഭീകരവാദിക്ക് എന്താ അവകാശം? അയാളെ ദൈവം ചോദിക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരവാദിക്ക് എന്താ കാര്യം? അയാളെ വർഗീയതയുടെ പേര് ശുദ്ധ നാറിയ വർഗീയതയല്ലേ അത്? അയാളെ കൈ വെട്ടുക, കാല് വെട്ടുക, ഇവന്മാർക്ക് എന്താ അവകാശം? ഈ സമാധാന അവരുടെ വാപ്പാടെ മുതലാണോ ഇത്? അവനെ കൈകാര്യം വിട്ട് അവൻ സമ്മതിക്കുവോ? അവനെ വർഗം സമ്മതിക്കുവോ? ഇപ്പൊ ജോസഫ് ആകും ആർക്ക് എന്തും ചെയ്യാം. അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൂടെ പറഞ്ഞു അച്ഛൻ. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ ബഹുമാനപ്പെട്ട PC ജോർജ് സാറ് പറഞ്ഞ് വെച്ചതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞു തുടങ്ങണമെന്ന് വിചാരിക്കുകയാണ്. കാരണം ആർക്കാണ് തട്ടുകേടുണ്ടായത്, ആർക്കാണ് കൈ നഷ്ടപ്പെട്ടത്? ഇതാണ് രണ്ട് വസ്തുതപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, മതന്യൂനപക്ഷങ്ങളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തിന്റെ പേരിൽ, അതിപ്പോ നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് ഒരു ക്ഷീണം ഉണ്ടാകുന്ന രീതിയിൽ എന്തൊക്കെയോ സംഭവിച്ചെന്നാണ് പൊതുമാധ്യമങ്ങളും പൊതുബോധവും ഇന്നും വിശ്വസിക്കുന്നത്. എന്താണ് സത്യത്തിൽ സംഭവിച്ചെന്നുള്ളത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്തു നിന്നവർക്കും ഇതിനെ പഠിച്ചവർക്കും മനസ്സിലാകാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷേ മുസ്ലിം സമുദായത്തിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, അവർക്കെതിരെ വാളെടുക്കുന്നവരെ വെളിച്ചപ്പെടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഈ കൈവെട്ട് അല്ലെങ്കിൽ ഈ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെയാണ് ഇത്ര ശക്തമായിട്ട് മുൻപോട്ട് വരുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഒരു സംഘടന DHRM എന്ന് പറയുന്ന സംഘടന, ദളിത് ഹ്യൂമൻ റൈറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടനയാണ്. അത് സംഘടന നമ്മൾ ആരും കേട്ടിട്ടൊന്നുമില്ല. പക്ഷെ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടെ വ്യാപകമാകുന്നത് ഒരു കൊലപാതക കേസ് വന്നതിന് ശേഷമാണ്. ദളിത് മൂവ്മെന്റ് കുറച്ചുകൂടെ ശക്തമാകുന്ന രീതിയിലേക്ക്. അപ്പോൾ ബോധപൂർവം ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നേരെ വരുന്നവരെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിക്ക് വിലപേശുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്ന രീതിയിലേക്ക് ഈ കൈവെട്ട് കേസ് കൊണ്ടുപോകുവാനായിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതിന് സംശയമൊന്നുമില്ല. മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ആലപ്പുഴയിലെ കളക്ടറിനെ നിയമിക്കേണ്ടത് ആരാണെന്നത് സംസ്ഥാന സർക്കാരല്ല, മറിച്ച് സമുദായ ശക്തികളാണ് എന്നുള്ള രീതിയിലേക്ക് സമരവും സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോയി. ഇവിടെ നിന്നെല്ലാം വ്യക്തമാണ് മുസ്ലിങ്ങൾ അല്ലെ മുസ്ലിം സമുദായം തീവ്രവാദികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരുടെ ഇടയിൽ ഇത്തരം പുഴുക്കുത്തുകളുണ്ട്. അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ വക കാര്യങ്ങൾ ഈ കേരളത്തിൽ നടന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുമ്പോൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകൾ. ജോസഫ് സാറ് ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. സഭയ്ക്ക് ഇതിനു മുൻപേ ഈ ഒരു വ്യക്തി സമുദായത്തിനോ അല്ലെങ്കിൽ സഭയുടെ നേരെയോ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടുകളൊന്നും സെക്കുലർ ആയിട്ടുള്ള നിലപാടുകളാണ്. വിശ്വാസ സത്യങ്ങൾക്ക് നേരെയല്ലാതെ വേറെ ഏത് വിഷയം വന്നാലും സഭ നിലപാടെടുക്കുന്നത് ആ ഒരു സാമൂഹിക പരിസ്ഥിതിയുടെ പശ്ചാത്തലത്തിനാണ്. ഒരുപക്ഷെ കൈവെട്ട് കേസ് നടന്ന് ഇത്ര വർഷം കഴിയുമ്പോൾ ഇന്ന് ഇത്തരം ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ സഭ കുറെ കൂടെ ക്രിയാത്മകമായിട്ട് തുറന്നൊരു മനോഭാവത്തിലൂടെ നടപടി സ്വീകരിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ സമുദായ ശക്തികൾ സഭയെ പ്രേരിപ്പിക്കുന്നുണ്ട്. അന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സഭ സെക്കുലർ മുഖത്തോടു കൂടെ അല്ലാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയില്ല സഭയ്ക്ക്. സഭയ്ക്ക് ഇപ്പോൾ തങ്ങളുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ല, ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ ബഹുസ്വരതയിൽ വസിക്കുന്ന ഈ കേരള സമൂഹത്തിൽ ഈ നാനാജാതി മതസ്ഥ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തില് സഭ എന്നും നിലനിൽക്കുന്ന മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ നന്മകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സഭ ഒരു സെക്കുലർ മുഖം സ്വീകരിക്കും. ആ സെക്കുലർ മുഖം സ്വീകരിച്ചു. പക്ഷെ അത് വലിയ വിമർശിക്കപ്പെടുക തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും വിമർശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഏത് കാര്യം എഴുതിയാലും ഇന്ന് പുറത്തുള്ള ആളുകൾ ആദ്യം ജോസഫ് സാറിന്റെ കൈ വെട്ടിയപ്പോൾ സഭയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു എന്നാണ്. സഭയുടെ നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഞാനൊരു സഭയുടെ വക്താവായതുകൊണ്ട് സംസാരിക്കുന്നതല്ല, സഭയുടെ വക്താവായിട്ട് നിന്ന് സംസാരിക്കുകയല്ല. സഭ അങ്ങനെ സെക്കുലർ മുഖം സ്വീകരിച്ചില്ല. പകരം ജോസഫ് സാറിനെ സംരക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നതിന് മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ അടിക്കടി, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്നുള്ള രീതിയിലേക്ക് സഭ കൂടെ മുൻപോട്ട് പോവുകയായിരുന്നുവെങ്കിൽ 8 വർഷമോ 13 വർഷമോ ഒന്നും ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ഒരു സർക്കാരിന്റെയോ ഒരു ഉദ്യോഗസ്ഥരുടെ ആവശ്യം വരും. ഈ നാട്ടിലെ നല്ല നക്കലുള്ള നസ്രാണി പിള്ളേരുണ്ടായിരുന്നു, കണ്ടുപിടിച്ച് വെട്ടോണ്ടിനെ വെട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോയേനെ. അങ്ങനെ ഒരു സാഹചര്യം സഭ ആഗ്രഹിക്കുന്നതിന് സഭ കുറച്ചുകൂടെ സെക്കുലറായിട്ട് മുൻപോട്ട് പോകും. ആ രീതി അനുസരിച്ചാണ് ജോസഫ് സാറിനെ അന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അത്തരം നടപടികൾ സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചുള്ളത്. പിന്നെ മൂന്നാമതായിട്ട് ഈ ഒരു ചോദ്യത്തോട് ചേർത്ത് പറഞ്ഞത്, ഇന്നലകളിൽ സഭയ്ക്ക് നേരെയോ അല്ലെ സഭാവിശ്വാസ സമുദായങ്ങൾക്ക് നേരെയോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും തന്നെ പ്രതികരിക്കുകയില്ലായിരുന്നു. ഇന്ന് ആ സാഹചര്യം മാറിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ എന്റെ സഹ പാനലിസ്റ്റുകളെല്ലാം തന്നെ ക്രിയാത്മകമായിട്ട് പൊതുവിഷയങ്ങൾ ഇടപെട്ട് പ്രതികരിക്കേണ്ട വിഷയങ്ങൾ പ്രതികരിക്കുന്നതാണ്. കാസ പോലെയുള്ള സംഘടനകളാണെങ്കിലും ബഹുമാനപ്പെട്ട PC ജോർജിനെ പോലെയുള്ളവരാണെങ്കിലും വിശ്വാസ കാര്യങ്ങൾ വരുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അത് ഇന്ന് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ തക്കവണ്ണം
പ്രാപ്തമാക്കിയത് ഈ ചില വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് പൊതുബോധത്തിൽ സഭയ്ക്ക് നേരെ ഉണ്ടാകുന്ന വിഷയങ്ങളെ കുറിച്ച് യുവജനങ്ങൾ സംഘടിതമായിട്ട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടത്. അവിടെ സഭയുടെ സെക്യുലർ മുഖത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഓക്കെ 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 നമുക്ക് ശ്രീ കെവിൻ പീറ്ററിലേക്ക് പോകാം. ശ്രീ കെവിൻ പീറ്റർ, നമ്മൾ ഈ സംഭവത്തിലൂടെ ഇപ്പൊ സവാദിനെ അറസ്റ്റ് ചെയ്ത് ആ സംഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, സവാദ് കല്യാണം കഴിച്ചു, 2 പിള്ളേരുണ്ടായി, അദ്ദേഹം അവിടെ ജീവിക്കുന്നു, ഒരു 6-7-8 വർഷമായി അവിടെ ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു ആരൊക്കെയോ, അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചു. ഇതെല്ലാം സവാദിന് കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു, അതിന് അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം നമ്മുടെ പല വിഷയങ്ങളിലും ഇപ്പം മതമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ, ഇപ്പോൾ ലവ് ജിഹാദിന്റെ പിന്നിലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം വരുമ്പോൾ ഇതിന്റെ പിന്നിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന, ഇപ്പോൾ യുവതികളെ മതം മാറ്റിയെങ്കിൽ അവിടെ അതിന്റെ പിന്നിൽ ഒരു വരനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അത് ഇതിന്റെ പിന്നിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അതിന്റെ പിന്നിലൂടെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. എങ്ങനെയാണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? ശരിക്കും നമ്മുടെ കേരളത്തിലെ ആ ഒരു മതേതര അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദ ചരിത്രത്തെ രണ്ടാക്കി തിരിച്ച ഒരു സംഭവമായിരുന്നു ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയെടുത്ത സംഭവം എന്ന് പറയുന്നത്. അതായത് ജോസഫ് മാഷിന് മുൻപും ജോസഫ് മാഷിന്റെ കൈവെട്ടതിന് ശേഷവും എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതിനുശേഷമാണ് ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായത്. ആ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇത്തരം വിഷയങ്ങൾ ഓപ്പൺ ആയിട്ട് ധൈര്യപൂർവ്വം ചർച്ച ചെയ്യുന്നതും ആ ഉണ്ടായ ഒരു മാറ്റം തന്നെയാണ്. ശരിക്കും സവാദിനെ ഇങ്ങനെ ഇവിടെ ആശാരിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഇവിടെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടു കൂടി ഭരണപക്ഷം ഇവിടെ ചില ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൂന്നാമതൊരു ബദൽ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ആർക്കും ചോദ്യം ചെയ്യാനാവുന്നില്ല. ചോദ്യം ചെയ്യുന്നവരെ പലവിധ കേസുകളിൽ, ഇപ്പൊ പി സി ജോർജ് സാറിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം സാറിനെ ഏത് രീതിയിലാണ് വേട്ടയാടിയത്. ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ കാട്ടയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ പരിഹാസിതരായത് കണ്ടതാണ്. അപ്പോ ഇവിടെ ഒരു ബദലില്ലാത്ത സ്ഥിതിക്ക് പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടുകൂടി ഭരണപക്ഷം ജിഹാദികൾക്ക് വേണ്ടി ഇവിടെ ഭരണം നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് സവാദിന് ഇവിടെ ഇത്തരം 8 വർഷത്തോളം, 8 വർഷമല്ല, അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ടാണ് 8 വർഷമായിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്ഭുതമുള്ളത്, എന്തുകൊണ്ട് ഇവിടെ സഹാക്കൾക്കൊക്കെ ജോലി ലഭിക്കുന്നത് പോലെ PSC വഴിയോ അല്ലെ പിൻവാതിൽ നിയമനം വഴിയോ സവാദിന് ജോലി ലഭിച്ചില്ല. ആ പാവം സവാദിനെ ആശാരിപ്പണി എടുപ്പിച്ചതിൽ മാത്രമേ എനിക്ക് ഇപ്പോഴത്തെ നിലയിൽ അത്ഭുതമുള്ളൂ. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. കാര്യം ഒരു സഹായവും ലഭിക്കാതെ അദ്ദേഹത്തിന് ഇവിടെ കഴിയാൻ സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന അവരുടെ നിരോധനത്തെ തുടർന്നുണ്ടായ ഫണ്ടിങ്ങുകൾ, ഇവരുടെ ഏകോപിപ്പിക്കാൻ ആളുകളില്ല, നിർദ്ദേശം കൊടുക്കാൻ ഉന്നത നേതൃത്വങ്ങളില്ല. എല്ലാം തീഹാർ ജയിലിലായതോടുകൂടി പലരും ഉൾവലിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അഭിഭാഷകർ പോലും തീഹാർ ജയിലിൽ ചെന്ന് അവരെ സന്ദർശിക്കാനോ അവർക്ക് വേണ്ടി കേസ് നടത്താനോ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം തയ്യാറാകുന്നില്ല. കാരണം പണം വരുമ്പോൾ അതിന്റെ സോഴ്സ് കണ്ടെത്തേണ്ടി വരും, നാളെ എന്തെങ്കിലും വിഷയങ്ങളിൽ അകപ്പെടും എന്നുള്ളതുകൊണ്ട് ആരും തയ്യാറാകുന്നില്ല. അപ്പം അത്തരം ഒരു അവസ്ഥ എത്തിയത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം എത്തിക്കുന്നതിൽ ഒരു കേന്ദ്ര ഭരണം ഇവിടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ സവാദിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. സവാദ് ഇവിടുത്തെ ഈ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ നിരോധിച്ചു കണ്ടതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന തീവ്രവാദികളൊന്നും മാനസാന്തരപ്പെട്ട് ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്കൊന്നും വന്നെന്നും നമ്മൾ കരുതരുത്. അവർ ഇപ്പോൾ SDP യിലുണ്ട്. പകല് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്, കോൺഗ്രസ്സുകാരാണ്, മുസ്ലിം ലീഗുകാരാണ്. രാത്രിയാകുമ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ടുകാരും SDP-ക്കാരുമായിട്ട് മാറും. അങ്ങനെ അവർ വിവിധ പാർട്ടികളിലും SDP-യിലും പ്രവർത്തിച്ചു വരുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ സഹായം കിട്ടിയത് കൊണ്ട് മാത്രമാണ് സവാദിന് ഈ കഴിഞ്ഞെല്ലാം ചെയ്യാൻ സാധിച്ചത്. ഇതെല്ലാം നമ്മുടെ ഭരണകൂടത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയോ അറിവില്ലാതെയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അപരിചിതനായ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ വന്നാൽ പോലും ഒരു 3-4 പ്രാവശ്യം കറങ്ങുമ്പോഴോ പുതുതായിട്ട് വരുമ്പോഴോ നമ്മൾ അയാളെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഇത്തരത്തിലെ ഒരാൾക്കാരെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കും. ഈ പാർട്ടി ഗ്രാമങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അവിടെ താമസിക്കുന്നവരുടെ ബന്ധുക്കളെ വരെ ആരാണെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് അത് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരാൾ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആരുടെയെങ്കിലും ഒക്കെ അറിവില്ലാതെ സംഭവിക്കും തോന്നുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. അദ്ദേഹം അറിവോട് കൂടെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് വലുത് എന്ന് പറയുന്നത് അധികാരവും
അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക എന്നുള്ളതും മാത്രമാണ്. ഇപ്പൊ നമ്മൾ ഇവരുടെ അഭിമന്യു എന്ന് പറയുന്ന മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട സഖാവായ പയ്യൻ, അദ്ദേഹം സൈമൺ ബ്രിട്ടോയുമായിട്ടുള്ള ബന്ധം കൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൈമൺ ബ്രിട്ടോയെ ധരിപ്പിക്കുകയും സൈമൺ ബ്രിട്ടോ അത് നേതാക്കളെ ധരിപ്പിച്ചപ്പോൾ ഈ പയ്യൻ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതും ഇവൻ ഭാവിയിൽ ആ കോളേജിൽ ഉണ്ടായെങ്കിൽ ഒരു അപകടമായി മാറും, തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിക്കാതെ വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് സഹാക്കളിൽ നിന്ന് തന്നെ ചോർന്ന് ഫ്രിക്ടോണി പോലെയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളിൽ എത്തിയത് കൊണ്ടാണ് അഭിമന്യു കൊല്ലപ്പെട്ടത്. ആ അഭിമന്യുവിന്റെ ഘാതകൻ എറണാകുളം നെട്ടൂരിൽ പാർട്ടി ഓഫീസിന്റെ 1.5 കിലോമീറ്റർ അകലെ 1.5 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിട്ടാണ് അവനെ പിടിക്കാനായത്. അപ്പോൾ അത് ഇവരുടെ അറിവോടുകൂടി തന്നെയല്ലേ? അറിവില്ലാതെയാണോ? അത്രയ്ക്ക് കഴിവില്ലാത്തവരാണോ ഇവിടുത്തെ കേരള പോലീസ്? അല്ല, നല്ല കഴിവുള്ളവരാണ്. പക്ഷെ നല്ല കഴിവുള്ളവരെയൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോ സ്ഥാനമൊഴിഞ്ഞ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞെന്താണ്? ടി പി സെൻകുമാർ, ലോക്നാഥ് ബെഹ്റ, അതുപോലെ തന്നെ ജേക്കബ് പൊന്നൂസ്. ഇവരെല്ലാം പറഞ്ഞത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമിക തീവ്രവാദം എന്നാണ്. പക്ഷെ എന്നിട്ട് വിരമിച്ച ശേഷം അവർ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവർ പലതും നേരിടേണ്ടി വരുമായിരുന്നു. നമുക്കറിയാം സെൻകുമാർ സാർ എന്താണ് നേരിട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോ ഇവർ പറഞ്ഞിട്ട് എന്താണ് ഇപ്പോഴത്തെ നിലപാട്? ഇപ്പോൾ ഒരു ആലുവ ASP ആയിരുന്ന ജയന്ത് എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒത്തിരി ഓപ്പറേഷനുകൾ അവിടെ ആലുവ പെരുമ്പാവൂരിലേക്ക് നടത്തിയതാണ്. മണൽ വേട്ടയ്ക്ക് മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തതാണ്. പല തീവ്രവാദ ക്ലാസുകൾ തകർത്തിട്ടുണ്ട്, ലഘുലേഖകൾ പിടികൂടിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം എവിടെയാണ്? ഏതോ ഒരു ക്ലറിക്കൽ പോസ്റ്റിലാണ്. അത്തരത്തിലൊരു സെക്ഷനിലാണ് ATSന്റെ ചുമതലയുണ്ടായിരുന്ന ജയന്ത് എന്ന് പറയുന്ന IPS ഓഫീസർ ഇന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസ്ഥ. വിജയൻ ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ അദ്ദേഹത്തെ പെടുത്തി. ഇന്ന് അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും ചുമതലയുണ്ടോ? ഇല്ല. അതേസമയം ഇവിടെ കൊല്ലത്തെ വിജിലൻസ് SP ആയിരുന്ന തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ ശരിക്കും പറഞ്ഞാൽ ആ ക്യൂ ബ്രാഞ്ചിനെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഇവിടെ ക്രൈംബ്രാഞ്ചിന് സമാനമായിട്ട് അവിടെ ഉണ്ടാക്കിയതാണ് ക്യൂ ബ്രാഞ്ച്. അവിടെ അതിലുള്ള ഓരോ വ്യക്തികളുടെ ഇന്റഗ്രിറ്റി നോക്കിക്കൊണ്ടാണ് അതിൽ നിയമിച്ചിരിക്കുന്നത്. അവിടെ തമിഴ്നാടിന്റെ ഭരണം മാറിയാലോ കേന്ദ്രത്തിലെ ഭരണം മാറിയാലോ അവിടുത്തെ ക്യൂ ബ്രാഞ്ചിന്റെ സ്വഭാവം മാറുന്നില്ല. എത്ര കേസുകളാണ് അവർ തെളിയിച്ചിട്ടുള്ളത്? ഈ കേരളത്തിൽ വന്നു തന്നെ എത്ര അവർ പൊക്കിക്കൊണ്ടുപോയിരിക്കുന്നു. അപ്പം ഇതേ ക്യൂ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് കൊല്ലത്തു നിന്നും തീരദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്റലിജൻസ് DYSPയെ അതിന്റെ ക്യൂ ബ്രാഞ്ച് കൊടുത്ത രേഖകൾ ചോർത്തിക്കൊടുത്തു, തീവ്രവാദികൾക്ക് ചോർത്തിക്കൊടുത്തു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് എന്താണ് ശിക്ഷ കൊടുത്തത്? അദ്ദേഹത്തെ മൂവാറ്റുപുഴയിലേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്തത്, അല്ലെ? അപ്പം ഇതൊക്കെ ഇവിടെ ഭരണകൂടത്തിന്റെ അറിവോടുകൂടി അവരുടെ നിർദ്ദേശാനുസരണം അവർ നടത്തി കൊടുക്കുകയാണ്. ഇതൊന്നും പ്രതിപക്ഷത്തിന്റെ അറിവില്ലായ്മയല്ല, അവർക്കും ഇത് വ്യക്തമായി അറിയാം. അവർക്ക് അതിനെ ഇതെല്ലാം വളർന്നത് 2 പാർട്ടികളും ഭരിക്കുന്ന കാലഘട്ടങ്ങളിലും ഇത് വളർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും. അല്ല, ഇവർക്ക് 2 കൂട്ടർക്കും അറിവോടുകൂടെ തന്നെയാണ് ഇതെല്ലാം ഇവിടെ നടക്കുന്നത്. പക്ഷെ ഇവർക്ക് 2 കൂട്ടർക്കും ഇതിനെ ചോദ്യം ചെയ്യാനാവില്ല. കാരണം 2 കേസ് ഒരു സംഘടിത വോട്ട് ബാങ്കിനെ പിണക്കിക്കൊണ്ട് ഇവർക്ക് 2 കൂട്ടർക്കും അധികാരത്തിൽ തുടരാൻ കഴിയില്ല, അല്ലെ അധികാരത്തിൽ എത്തുവാൻ സാധിക്കില്ല. അപ്പൊ അതിനുവേണ്ടി മത്സരിക്കുകയാണ്. ആ മത്സരത്തിനിടയിൽ ഇതുപോലുള്ള സവാദുമാർ ഇവിടെ ഇവിടെ 8-10 വർഷം ജീവിച്ചത് ഒരു അത്ഭുതവും നമുക്ക് തോന്നേണ്ടതായ ഒരു കാര്യവുമില്ല. ഓക്കെ മിസ്റ്റർ കെവിൻ പീറ്റർ, നമുക്ക് ജോർജ് സാറിലേക്ക് പോകാം. ജോർജ് സാർ, നമുക്ക് കെവിൻ പീറ്റർ പറഞ്ഞു നമ്മൾ കേട്ടു, കേരള പോലീസ് അത്ര മോശം റെക്കോർഡുള്ള ആളുകളല്ല, നല്ല കഴിവുള്ള ആളുകളുണ്ട്. പക്ഷേ കേരള പോലീസിന് ഈ തീവ്രവാദത്തെ, റാഡിക്കൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളെ, PFIയുടെ പ്രവർത്തനങ്ങളെ ഒന്നും കൃത്യമായ രീതിയിൽ അമർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രകടമായ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള പോലീസ് ഈ കാര്യത്തിൽ വളരെ മോശം റെക്കോർഡുകളാണ് നമുക്ക് എടുത്ത് കാണിക്കാനുള്ളത്. പക്ഷേ ഇതാരാണ് കേരള പോലീസിനെ ഈ രീതിയിലേക്ക്, മിടുക്കരായ ഒരുപാട് ഉദ്യോഗസ്ഥരുള്ള കേരള പോലീസിനെ ഈ രീതിയിലേക്ക് ആരാണ് എത്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, UP യിൽ നിന്ന് പോലീസ് വന്ന് ഇവിടുന്ന് ആളുകളെ പൊക്കിക്കൊണ്ടു പോകുന്നു, തമിഴ്നാട്ടിൽ നിന്ന് ക്യൂ ബ്രാഞ്ച്, അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു. ഒരുപക്ഷെ അപഹാസ്യരാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഈ ഒരു റാഡിക്കൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് PFIയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുള്ളത് മുഴുവനും. അപ്പോൾ ആരാണ് കേരള പോലീസിനെ ഈ ഒരു തലത്തിലേക്ക് മാറ്റുന്നത് എന്നാണ് തോന്നുന്നത്? അത് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
അല്ല, സർക്കാരിന്റെ നയമാണത്. ഒരു സർക്കാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അവർക്ക് എതിരായിട്ട് ഒരു ശക്തമായ നടപടി കേരളത്തിലെ ഗവൺമെന്റ് എടുത്തിട്ടില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ വന്നു ഒരേ ദിവസം കേരള പോലീസ് അറിയാതെ അവർ റെയ്ഡ് നടത്തിയിട്ടാണ് അവരത് നിരോധിക്കുകയും ചെയ്ത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയെ ഇവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് റെയ്ഡ് നടത്തി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു കേരളത്തിൽ തന്നെയായിരുന്നു. അവർ പലരും ഇപ്പം തിഹാർ ജയിലിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ അവർക്ക് വളരാനുള്ള ഒരു ചാൻസ് കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. കാരണം നമ്മുടെ കത്തോലിക്ക സഭ ഏതായാലും പണ്ട് പോലെ സെക്കുലർ തന്നെയാണ്. ഞാൻ മാന്നാനംകാരനാണ്, ഞാൻ എൻ്റെ വീട്ടുപേര് പൊടിവാറ തന്നെയാണ്. അപ്പം ഈ മാന്നാനത്ത് നമ്മുടെ ചൗറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന് നമ്മൾ മതേതരം എന്ന് പറയുമ്പം അദ്ദേഹത്തിന്റെ കാലത്തിൽ അദ്ദേഹം ഹരിജനങ്ങൾക്ക് അവിടെ സംസ്കൃതം പഠിക്കാൻ ഒരു വിദ്യാലയം സ്ഥാപിച്ച ആളാണ്. അപ്പൊ അന്ന് മുതൽ നമ്മൾ സെക്കുലർ ആണ്. അപ്പൊ മതേതരത്തിൽ തന്നെയാണ് കത്തോലിക്ക സഭ കേരളത്തിലെ ഇന്ന് വരെ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടുള്ളൂ, പ്രവർത്തിച്ചിട്ടുള്ളൂ. ആരെന്ത് പറഞ്ഞാലും ശരി. അതേസമയത്ത് എറണാകുളത്ത് അലഞ്ചേരി പിതാവിനെതിരായിട്ടുണ്ടായ നീക്കം അതൊരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള കുറെ അച്ഛന്മാര്, സീവാച്ചാനോട് ഇരിപ്പുണ്ട്, കുറെ അച്ഛന്മാരുണ്ട്. ഞാൻ ചോദിച്ചത് ഈ നമ്മുടെ കേരള പോലീസിലെ ഈ എന്താ പറയുന്നത് റാഡിക്കൽ ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസ് അമർച്ച ചെയ്യാൻ കേരള പോലീസിന് കഴിയാതെ പോകുന്നത് നമ്മുടെ ആരുടെ സമ്മർദ്ദം മൂലമാണ്? രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം മൂലമാണോ അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലെ, ചോദ്യത്തിന് ഉത്തരം തന്നെയായിട്ട് വരികയാണ് അങ്ങോട്ട്. കാരണം സഭയിൽ തന്നെയുള്ള ചെറിയ വിഭാഗം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടത്. നമ്മള് ഈ ഇപ്പോഴത്തെ ഒരു സർക്കാരിന്റെ നയം അനുസരിച്ച് ആണ് ഇയാളെ പിടിക്കാതെ വന്നതെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലുണ്ടായിട്ട് കേരളത്തിലെ ഒരു ഇന്റലിജൻസ് സംവിധാനത്തിനും അയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. സംരക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അത് ആരൊക്കെയാണ് സംരക്ഷണം കൊടുക്കുന്നത് വളരെ വ്യക്തമല്ലേ അതിനകത്ത്. കേരള പോലീസ് അതിനകത്ത് ആരെ ട്രാക്ക് ചെയ്തില്ല. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഘടകമുണ്ട്, ചെയ്തില്ല. കോൺഗ്രസ് ഒരു പരിധി വരെ ഉണ്ട്, അവരാരും ഇയാളെ കണ്ടെത്താൻ സഹായിച്ചില്ല. അയാളുടെ കൊച്ചിനെ അവിടെ സ്കൂളില് ചേർക്കാൻ നേരത്ത് മാത്രമാണ് അയാളുടെ യഥാർത്ഥ പേര് പറഞ്ഞെന്നുള്ളതാണ്. കാരണം ഇതുവരെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു. ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത് നമുക്കറിയത്തില്ല. വിദേശത്ത് അവിടെയാണ്, ഇവിടെയാണ്, അമേരിക്കയിലാണ്, ചന്ദ്രനിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല, അയാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കേരള പോലീസ് എത്താനായിട്ടുള്ള കഴിവുള്ളവരുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UP നിന്ന് പോലീസ് ഇവിടെ വന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കേരള പോലീസ് അറിയുന്നുണ്ട്, നടപടിയെടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണത്. അതുകൊണ്ട് പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല കഴിവുണ്ടെന്ന് എല്ലാവരും കഴിവുണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ നയം പോലെ ഇരിക്കും പോലീസിന്റെ ചില മാറ്റങ്ങൾ. ഇതുകൊണ്ട് ഇത് പോലീസിന്റെ ഒരു ഫെയിലിയർ ആണ്, ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം 8 വർഷം നിർബാധം അയാൾ ഇവിടെ നടക്കുന്നത്. അതിന് ഒരാളുടെ മുഖം മാറി എന്ന് വിചാരിച്ചിട്ടൊന്നും ഇവിടുത്തെ പാർട്ടി സംവിധാനത്തിന് അയാളുടെ ഏതറ്റം വരെ പോയി അയാളുടെ എത്ര തലമുറ കഴിഞ്ഞാലും ശരി കണ്ടുപിടിക്കാൻ കഴിവുള്ളവരാണ് പാർട്ടി സഖാക്കൾ. പക്ഷെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? അതിനി വരാൻ പോകുന്ന കാര്യത്തിൽ അതിപ്പം NIA ആ കാര്യത്തിലോട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തതിനൊപ്പം കുറ്റചാർജ് കൊടുക്കുമ്പോൾ ആരാണ് ഇതിന്റെ പിന്നിൽ ജോസഫ് സാറിന്റെ കൈ വെട്ടിക്കളഞ്ഞത്, അത് ആരാണ് അതിനുള്ള ഒരു ഇൻസ്റ്റിഗേഷൻ കൊടുത്തത്, അതുകൂടെ കണ്ടുപിടിച്ചിട്ട് വേണം ഒന്നിച്ചൊരു ശാസിച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്ക് PC ജോർജ് സാറിലേക്ക് പോകാം. PC ജോർജ് സാർ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിൽ നമുക്കറിയാം കാശ്മീരിൽ ബോംബുകളൊന്നും പൊട്ടുന്നില്ല എന്ന് ആളുകൾ, ഇതെല്ലാം സാധാരണക്കാർ ചർച്ച ചെയ്യുന്നതാണ്. അവിടെ ബോംബുകൾ പൊട്ടുന്നില്ല, തീവ്രവാദ ആക്രമണങ്ങൾ എവിടെയും നടക്കുന്നില്ല. നമുക്കറിയാം അതിനു മുന്നേ BJP വരുന്നതിന് മുന്നേ ഒരു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോളിഡേ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും അതിന്റെ തലേന്ന് ആളുകൾ ചർച്ച ചെയ്യും, നാളെ എവിടെയൊക്കെ ബോംബുകൾ പൊട്ടും, എത്രണ്ണം പൊട്ടുമെന്ന്. അങ്ങനെ ഒരു സാഹചര്യമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും നടക്കുന്നില്ല എന്ന് സാധാരണക്കാർ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ PFIയെ NIA പിടിച്ചത് സാധാരണക്കാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ എലക്ഷൻ അടുക്കാൻ പോകുന്നു, അതിന് തൊട്ടു മുൻപ് സവാദിനെ പിടിച്ചിരിക്കുന്നു. പ്രമാദമായ കേസ്. ഒരുപക്ഷെ ഫ്രാൻസിലെ സാമുവൽ പാറ്റിയുടെ അധ്യാപകന്റെ കഴുത്തറുത്തതുപോലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസ് നമുക്കറിയാം, എല്ലായിടത്തും ചർച്ച ചെയ്ത കേസാണ്, ലോകം മുഴുവൻ ശ്രദ്ധിച്ച കേസാണ്. അപ്പോൾ ഇതെല്ലാം സാധാരണക്കാർ ചർച്ച ചെയ്യുന്നു. ഈ നടപടികൾ NIA സവാദിനെ പൊക്കിയതും സാധാരണക്കാർ ചർച്ച ചെയ്യുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ
BJP-ക്ക് മുൻതൂക്കത്തിനുള്ള സാധ്യതകൾ ഇതെല്ലാം തുറന്നിടുന്നുണ്ടോ? എന്താ സംശയം? BJP-ക്ക് മുൻതൂക്കമൊന്നല്ല. ഇവിടെ ഇപ്പൊ സമാധാനമായി ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നുകൊണ്ടാ. അല്ല അച്ഛന് പോലും ഇതുപോലെ ദീക്ഷ വെച്ച് നടക്കാൻ പറ്റുകയില്ലായിരുന്നു കേരളത്തിൽ. ആ നിലയിലായേനെ. കൊല്ലുക എന്ന നിലയിലേക്ക് നീങ്ങിയായിരുന്നല്ലോ. ഞാൻ അനുഭവിച്ചല്ലോ, എനിക്കറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ. അല്ല ഇവിടെ ഇതുപോലെ പരസ്യവേദിയിൽ എങ്ങനെ പറയുന്നത്? എന്തും ചെയ്യുന്ന നിലയിലേക്ക് ഇവിടുത്തെ പോപ്പുലർ ഫണ്ട് മാറിയില്ലായിരുന്നു. പോപ്പുലർ ഫണ്ട് SDP പിന്നെന്താ പേര് മാറി വന്നൊരു സാധനം. SDP പോപ്പുലർ ഫണ്ട് ഒന്ന് തന്നെ. SDP ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് നിരോധിക്കാൻ ചില നിയമ തടസ്സങ്ങളുണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര പെൺകുട്ടികളെ തട്ടിയെടുത്തോണ്ട് പോയിട്ടുണ്ട് പറ? ഏകദേശം എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിവിടെ തർക്കം ഉണ്ടായത് അവിടെയാണല്ലോ. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ തപ്പി ഞാൻ കോഴിക്കോട് വരെ പോകേണ്ടി വന്നല്ലോ. 41 കുട്ടികളെ രക്ഷിച്ചോനെ. അതാണല്ലോ എന്നെ തോപ്പിക്കാൻ വേണ്ടി എല്ലാം കൂടെ ഇറങ്ങി തിരിച്ചത്. ഇതൊക്കെ ജീവിതത്തിൽ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ഇപ്പോ നമ്മുടെ സഭയുടെ കാര്യം നമ്മുടെ ജോർജ് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക. നമ്മുടെ ഒരു പിതാവിനെതിരെ, ഒരു ബിഷപ്പിനെതിരെ വന്നാൽ ഫ്രാങ്കോയ്ക്കെതിരെ കന്യാസ്ത്രീ അന്ന് സമരം നടത്തി എറണാകുളത്ത് വന്നു. ഞാൻ പോയി കണ്ടു. തലത്തട്ട് വിട്ട സ്ത്രീകളാ മുഴുവൻ. അവരാണോ കന്യാസ്ത്രീ? അല്ല, അതെല്ലാം നമുക്ക് അറിയാവുന്ന. അല്ല, ഇതൊക്കെ അറിയട്ടെ. അവിടെ ഇടത്തോട്ട് മുണ്ടുകൊടുത്തവനാ എല്ലാം സിന്ദാബാദ് വിളിച്ചിരിക്കുന്നത്. ഒറ്റ ഒരുത്തെ വലത്തോട്ട് മുണ്ടുകൊടുത്തവനെ ഞാൻ കണ്ടില്ല. ഞാൻ അവിടെ നോക്കി നിൽക്കുക. ഇതൊരു കടന്നുകയറ്റം. ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു കടന്നുകയറ്റമാണ്. മുസ്ലിം ഭീകരവാദികളുടെ കടന്നുകയറ്റം കേരളത്തിലുണ്ടായിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ പാവപ്പെട്ട ശ്രീവാച്ചനെ പോലെ മാന്യന്മാരായ അച്ഛന്മാര്, വൈദികര് ഇതൊന്നും ഇല്ലേ എന്ന് വിചാരിച്ച് നടക്കുക. അല്ല, സഭ ഇപ്പൊ എല്ലാം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പ്രവർത്തിക്കട്ടെ. അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെ ഇത് പറയുന്നത്. ഇത് ആരെങ്കിലും ഒരുത്തം പറയണമല്ലോ. അതെ ഞാൻ തന്നെ പറയുന്നത് സ്ഥിരമായിട്ട്. ഒന്ന് ആലോചിച്ച് ഇത് എവിടെ പോയി നിൽക്കുന്നു? അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമായിട്ട് പോണതുകൊണ്ടാ. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. ഇവനെ ഈ സവാദിനെ അറസ്റ്റ് ചെയ്തു. 13 കൊല്ലത്തിന് ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുക. ഇവൻ ഈ 13 കൊല്ലം ഇവന് പ്രൊട്ടക്ഷൻ കൊടുത്തയാളെ അറസ്റ്റ് ചെയ്യണേ. ആരെ ആദ്യം അറസ്റ്റ് ചെയ്യണ്ടേ? ഒരു മടിയില്ലാതെ പറയും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം. അതല്ലാതെ ഇപ്പൊ അറസ്റ്റ് പൊക്കോളും, പേടിക്കണ്ട. ഒരു 1.5 മാസത്തിനകം. അത് വേറെ കാര്യം. അത് കോടതി തന്നെ വരും. ഞാൻ ചോദിക്കുന്നത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയട്ടെ. ഇവൻ കല്യാണം കഴിച്ച് ഇപ്പൊ എങ്ങനെയാ പിടിച്ചത്? ഇപ്പൊ NIA പിടിച്ചത് തന്നെ ഈ കൊച്ചിനെ സ്കൂളിൽ കൊച്ചിനെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പം അവിടെ സവാദ് എന്ന് പേരിട്ട അപ്പന്റെ പേരിടണുള്ളത് അതുകൊണ്ട് സവാദ് എന്ന്. ഷാജഹാൻ അല്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഇവന്റെ മുഖത്തൊരു പാടുണ്ട്, കുത്തിന്റെ പാട്, ഒരു മുറിവുണ്ടായിരുന്നു. അതും കറക്റ്റാക്കി കേട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. അപ്പോ അവിടെ കേരള പോലീസ് കഴിവില്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ട് കേരള പോലീസ് തൊട്ടില്ല? കേരള പോലീസ് അങ്ങനെ പോയാൽ പറ. ഇയാളെ പുറകിലിരുന്ന് ഇയാളെ സംരക്ഷിച്ച് ഈ കഴിഞ്ഞ 13 വർഷമായി സംരക്ഷിച്ചവരാരൊക്കെ? ഇയാളെ തീറ്റ കൊടുത്തവരാരൊക്കെ? ഇയാളെ പെണ്ണിന് കൊടുത്ത പെണ്ണിന്റെ അപ്പനാര്? പെണ്ണിന്റെ അമ്മയാര്? അവർക്കിത് അറിയാൻ പാടില്ലേ? അവരുടെ ബന്ധുക്കൾക്ക് അറിയാൻ പാടില്ലേ? കേരളത്തിലെ SDP-യുടെ നേതാക്കന്മാർക്ക് അറിയാൻ പാടില്ലേ? ഇവനൊന്നും വിടാൻ പാടില്ല. മുഴുവെണ്ണത്തിനെ പിടിക്കണം. മുഴുവെണ്ണത്തിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അല്ലാതെ മുഴുവൻ മുസ്ലിങ്ങളെല്ലാം പിടിക്കാൻ പറയല ഞാൻ. തെറ്റ് കഴുത ഭീകരവാദികളെ പിടിക്കണം. ഒറ്റ കാര്യം കൂടി, നമ്മുടെ കാശ്മീരില് കുർബാനയില്ല, പള്ളിയില്ല, പള്ളി കയറാനും മേലാതെ കിടക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട്, മോദി തന്നെ നേരിട്ട് ഇടപെട്ട് 60 കൊല്ലമായി പൂട്ടിക്കിടന്ന പള്ളി തുറന്ന് അച്ഛനെ ഏൽപ്പിച്ചു. അതിനാ പറയാത്ത നിങ്ങളെല്ലാം? നിങ്ങളെന്താ അത് ഷക്കൈനൊക്കെ എല്ലാവരും ഒന്ന് അറിയിച്ചേ വേഗം. ഇല്ല, അതൊക്കെ നമ്മൾ അറിയിച്ചതാണ്, എല്ലാവരെയും അറിയിച്ചതാണ്. എപ്പോഴും അറിയിച്ചോണ്ടിരിക്കണം. എങ്കിലും നമ്മുടെ ക്രിസ്ത്യാനിക്ക് ബോധം വേണ്ടി എപ്പോഴും അറിയിച്ചോണ്ടിരിക്കണം. ഒരു കാര്യം ഞാൻ പറയാം. മോദി അല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ, BJP അല്ലായിരുന്നു ഇപ്പൊ ഭരിക്കുന്നതെങ്കിൽ, കേരളം കലാപഭൂമിയായി ആയിരക്കണക്കിനായ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ശവശരീരം കൊണ്ട് നിറയുമായിരുന്നു ഇവിടെ. അതില്ലാതാക്കിയത് BJP-യും ബഹുമാനപ്പെട്ട മോദി ഗവൺമെന്റുമാണ്. അതിന് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം മോദിയോടും BJP-യോടും നന്ദിയുള്ളവരായിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതായിരിക്കും പറയാനുള്ളത്. ഓക്കെ. ഫാദർ സ്കോട്ട്സ്ലീബ പുളിമൂടൻ, ഫാദർ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് ഈ റാഡിക്കൽ ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസ് ഒരു പക്ഷേ സഭയിലേക്കും, എന്ന് വെച്ചാൽ സഭയിലെ പല പ്രശ്നങ്ങളിലേക്കും അതിൻ്റെ ഒരു
പകർച്ച ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടോ? വളരെ കുറച്ച് വാക്കുകളിലൊന്ന് അച്ഛന് പറയാമോ? അതൊക്കെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കുന്ന ഒരു രീതിയോടെ എനിക്ക് അത്ര യോജിക്കാൻ കഴിയുകയില്ല. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം അതിലെ റാഡിക്കൽ ഇസ്ലാം ഏത് രീതിയിൽ പറഞ്ഞാലും അത് ശക്തമാണ്, അതിന് യാതൊരു സംശയമില്ല. ആ പൊളിറ്റിക്കൽ ഇസ്ലാം അത് ഏത് വിശ്വാസ കാര്യങ്ങളിലാണെങ്കിലും, രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാംസ്കാരികമായിക്കൊള്ളട്ടെ, സാമൂഹിക തലമായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലും അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരുടെ ഇൻഫ്ലുവൻസ് പണത്തിന്റെ മുകളിൽ ഉള്ളതാണ്. അവർ ആ പണം ഉപയോഗിച്ച് മറ്റ് വിശ്വാസങ്ങളിലേക്കും മറ്റ് രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലേക്കും കടന്നുകൂടുന്നുണ്ട്. ആ കടന്നുകൂടുന്നതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സുകൾ നമ്മുടെയൊക്കെ സമുദായത്തിലും ഉണ്ടാകുന്നുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതിനെ അകറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥമായ രീതിയിലേക്ക് നമ്മൾ ഉന്നയിക്കുന്ന ബോധ്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ അനുസരിച്ച് ഒരു ജീവിതം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, ഏകദൈവ വിശ്വാസത്തെ സധൈര്യം പ്രഘോഷിക്കുന്ന രീതിയിൽ നമ്മുടെ നിലപാടുകളോ നമ്മുടെ നിലനിൽപ്പിനെയോ നോക്കിയിട്ടല്ല, മറിച്ച് നമ്മുടെ ഏകദൈവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ച് നമുക്ക് മുൻപോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഈ റാഡിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മുടെ ഉള്ളിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അതിനെ അകറ്റി നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അതും ശരി ഇതും ശരി അഴഞ്ഞു കുഴഞ്ഞു പോകുന്ന രീതിയിലേക്ക് നിലപാടുകൾ സ്വീകരിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മുടെ സമുദായ ശക്തി തകരും. നമ്മുടെ സഭാ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അന്നേരം സഭയ്ക്കെതിരായിട്ട് ആളുകൾ മാറുന്നു അല്ലെങ്കിൽ നേതൃത്വം മാറുന്നു, അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. മറിച്ച് ഇപ്പോൾ തിരുത്തലിന്റെ കാലഘട്ടമാണ്. ഇപ്പോൾ തിരുത്തിയാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ സ്വസ്ഥതയോടുകൂടെ ശാന്തതയോടുകൂടെ മുൻപോട്ട് പോയി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ റാഡിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ ഒരു തലമുറയെങ്കിലും വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഓക്കെ, നമുക്ക് കെവിൻ പീറ്ററിലേക്ക് പോവാം. ശ്രീ കെവിൻ പീറ്റർ, ഞാൻ ഒരു കാര്യം ചോദിക്കും. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഇഷ്ടം പോലെ ആളുകൾ പോയി എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നമ്മുടെ സവാദിനെ സഹായിക്കാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നില്ലേ? സവാദ് എങ്ങും പോയില്ല, നിഷ്കളങ്കനാണ്, ഇവിടെ ഉണ്ടായിരുന്നു ഒക്കെ പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ഈ ഒരു എലമെന്റ് വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ അതങ്ങനെ നമുക്ക് വെള്ളം തൊടാങ്ങാതെ വിഴുങ്ങാൻ പറ്റുന്ന ഒരു ഉത്തരമാണോ അതൊക്കെ? ഒരിക്കലുമല്ല. കാര്യം അതിന് ഞാനിപ്പോ ആദ്യഘട്ടത്തിൽ ഗവൺമെന്റിനെയും അവിടെ ആജ്ഞ അനുസരിക്കേണ്ടി വരുന്ന പോലീസിന്റെ നിസ്സഹായതയെ കുറിച്ച് ഞാൻ പറഞ്ഞു. നല്ല പോലീസ് സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഒത്തിരി കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥരും ഉള്ളൊരു പോലീസ് സംവിധാനമാണ് കേരള പോലീസ്. പക്ഷെ അവർക്ക് ശരിക്കും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് മറ്റൊരു ഇത് നമ്മളിപ്പോ ഈ ചർച്ചയിൽ ആരും പറയാത്തൊരു മറ്റൊരു കാര്യവും, ഇതിൽ ആ സമുദായത്തിന്റെ നിലപാട് എന്താണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. ആ സമുദായം ഒരുപക്ഷെ ഈ സവാദിനെ പോലെയുള്ളവരെ അറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ സംരക്ഷിച്ചു എന്ന് പറയാം. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതി ആലുവ സബ് ജയിലിൽ കിടന്നുകൊണ്ടാണ് തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാഴക്കുളം പഞ്ചായത്തിൽ നിന്നും മത്സരിച്ചത്. അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 3-2 ഭൂരിപക്ഷത്തോടുകൂടി ആ പ്രതി ജയിച്ചു കയറിയത്. നായന്മാരാണോ അയാളെ ജയിപ്പിച്ചത്? കത്തോലിക്കനാണോ അയാളെ ജയിപ്പിച്ചത്? പെന്തക്കോസ്തുകാരാണോ ജയിപ്പിച്ചത്? അല്ല, മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് അത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്ത ക്രൂരനായ ആ പ്രതിയെ 3-2 ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചത്. മറ്റേതെങ്കിലും സമുദായത്തിലായിരുന്നെങ്കിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടാവുമായിരുന്നോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരുടെ മൈൻഡ് ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്കോട്ട് സീവ അച്ഛൻ പറഞ്ഞു, ശത്രുവിനെ ശത്രു മിത്രമാക്കരുത്. പക്ഷെ മറ്റതിനകത്തും നമ്മളൊരു കാര്യം ഉണ്ടാകണം. ഒന്ന് പ്രാമാണികവും മറ്റൊന്ന് രാഷ്ട്രീയവും നിലനിൽപ്പുമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും. പ്രാമാണികമായി ചെയ്തത് ശരിയായത് കൊണ്ടാണ് ഇടത് സൈഡിൽ നിന്നും വലത് കൈയും ഇടത് സൈഡിൽ നിന്ന് ഇടത് കാലും വെട്ടി ശരീഅത്ത് നിയമപ്രകാരം വെട്ടിയത് ശരിയായത് കൊണ്ടാണ് 3-2 ഭൂരിപക്ഷത്തോടു കൂടി ആ പ്രതിയെ അവർ ജയിപ്പിച്ചത്. ആ ജയിപ്പിച്ച ആ ഒരു മനോഭാവമുള്ള ആളുകൾ കണ്ണൂരിലായാലും കാസർഗോഡിലായാലും എറണാകുളത്തായാലും ഉള്ളപ്പോൾ സവാദിനെ പോലുള്ളവർക്ക് സപ്പോർട്ട് കിട്ടുക സ്വാഭാവികം.
ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിന്റെ ഭാഗം ഇതിന്റെ ഉണ്ട് എന്ന് അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും ഈ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഇതിലെ ഒരു പ്രതി ആരാണെന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല. അയാളാണ് ഇതിനെ ഏകോപിപ്പിച്ചത്, അയാളാണ് ഇതിനുള്ള ഫണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ അയാൾ ആ സംഭവം നടന്നതിന് ശേഷം ഇവരിൽ നിന്ന് വിട്ടുമാറിയിട്ട് അയാൾ എങ്ങോട്ട് പോയെന്ന് എവിടെയാണെന്നോ അറിയത്തില്ല. അത്തരത്തിലൊരു പ്രതി കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു കൂട്ടം ആൾക്കാർ എറണാകുളത്തോ പെരുമ്പാവൂരോ ഇരുന്ന് കൂടി ആലോചിച്ച് ചെയ്തതൊന്നുമല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളാണ് ഇസ്ലാമിന്റെ ദീനിന്റെ സംരക്ഷകർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അത്രയും കാലം ഇപ്പൊ സ്ലോട്ട് സീവാച്ചൻ പറഞ്ഞ പോലെ DHRM ഒരു കാലത്ത് തുടങ്ങിയ ഒരു സംഘടനയാണ്. നീല ജീൻസും കറുത്ത ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ കൂടെ. അപ്പൊ അവ പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുവാനായിട്ട് എന്താണ് ചെയ്തത്? രാവിലെ നടക്കാൻ ഇറങ്ങിയ നിരപരാധിയായ ഒരാളെ വെട്ടിവീഴ്ത്തി. അതോടുകൂടി ആ സംഘടന തീർന്നു. അത് മറ്റൊരു കാര്യം. പക്ഷെ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തുകൊണ്ടാണ് അവർ പൊതുസമൂഹത്തിൽ അവർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അവർ ചെയ്തത്, കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അതുപോലെ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോൾ PDP പോലുള്ള സാധനങ്ങൾ ഒക്കെ ഉയർന്നു വന്ന് അങ്ങനെയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ തങ്ങൾക്ക് ഉയർന്നു വരുവാനും തങ്ങളാണ് ദീനിന്റെ സംരക്ഷകർ, ഇസ്ലാമിന്റെ സംരക്ഷകർ, യഥാർത്ഥ ഇസ്ലാം എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ചെയ്തൊരു ക്രൂരകൃത്യമായിരുന്നു. അതോടൊപ്പം തന്നെ ടെസ്റ്റ് ഡോസ് കൂടെ ആയിരുന്നു ആ സംഭവം. കേരള പൊതുസമൂഹം ഇത്തരത്തിൽ ഒരു ഇസ്ലാമിക രീതിയിൽ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കിയാൽ അതിൽ എങ്ങനെ പ്രതികരിക്കും എന്ന് അവരുടെ ഒരു ടെസ്റ്റിംഗ് കൂടെയായിരുന്നു ആ സംഭവം. നേരത്തെ പറയുന്നത് പോലെ ഇപ്പൊ ജോസഫ് മാഷിന്റെ ആത്മകഥയിൽ പറയുന്ന റേഷൻ അരി മേടിച്ച് കഞ്ഞിവെച്ച കാര്യവും തൊഴിലുറപ്പ് പദ്ധതിക്ക് വിട്ട കാര്യമൊക്കെ ഞാൻ തള്ളിക്കളയാണ്. അക്കാര്യം പറഞ്ഞതിൽ ആ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് ജോസഫ് മാഷ് പറഞ്ഞത്. ജോസഫ് മാഷിന് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ആവശ്യത്തിലേറെ പൈസ വന്നിട്ടുണ്ട്. 2 കോളേജുകളിൽ നിന്ന് അവിടുത്തെ അധ്യാപക സമൂഹം, സ്റ്റാഫ് എല്ലാം കൂടെ പിരിച്ചു കൊടുത്ത തുക തന്നെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യത്തിലേറെ പണമുണ്ട്. എന്നിട്ടും അദ്ദേഹം സലോമിയെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിട്ടു, റേഷനറി കൊണ്ടാണ് കഞ്ഞി കുടിച്ചതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ പച്ചക്കള്ളങ്ങളാണെന്ന് തെളിവ് സഹിതം എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അന്ന് പക്ഷെ ആരെയും കുറ്റം പറയുന്നില്ല. അന്ന് കേരള പൊതുസമൂഹത്തിൽ അത്തരത്തിലൊരു സംഭവം ആദ്യമായിരുന്നു. പകച്ചുപോയി എന്നുള്ളതാണ് സത്യം. കാരണം ആരും ഈ റാഡിക്കൽ ഇസ്ലാമിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അത്ര ബോധവാന്മാരായിരുന്നില്ല. കേരള പൊതുസമൂഹം അത്രയും ബോധവാന്മാരായിരുന്നില്ല. പക്ഷെ അന്ന് സ്ട്രോങ് ആയ ഒരു സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ കോളേജ് മാനേജ്മെന്റും സഭാ നേതൃത്വവും മറ്റ് സഭാ സംഘടനകളും അപ്പൊ ഇവരൊക്കെ ഒരു നിലപാട് ശക്തമായി പരസ്യമായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ വലത് കൈ വെട്ടിമാറ്റപ്പെടുകയില്ലായിരുന്നു. അതൊരു സത്യം തന്നെയാണ്. പക്ഷെ ഇനിയും ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ ഇന്നാണെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ല. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ആ സംഭവം തന്നെയാണ് ഇത്തരത്തിലൊരു മാറ്റത്തിന് വലിയൊരു നിദാനമായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിം സമുദായം പോലും തീരുമാനിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത്തരത്തിലെ ആൾക്കാരെ ഇല്ലാതാക്കാൻ സാധിക്കൂ. എന്തു നേടിയെന്ന് കൂടെ ഇപ്പോൾ ചിന്തിക്കണം. ഇപ്പോൾ ആ പെണ്ണ് ഇതൊന്നും അറിയാതെയാണ് സബാദിന്റെ ഭാര്യയായി മാറിയത്. ആ 2 കുഞ്ഞുങ്ങൾ അവർ അനാഥരായോ? ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും ഇനി സബാദിന്റെ ഭാര്യ എന്ന് പറയുന്നത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ആശാരിയെങ്കിൽ ആശാരി, അയാളുടെ ഭാര്യയെ അന്തസ്സായിട്ട് നല്ലൊരു കുടുംബിനിയായിട്ട് കഴിയാണ്. ആ സ്ത്രീ ഇനി പോലീസ് സ്റ്റേഷൻ, കോടതി വരാന്ത, ജയിലിന്റെ മുന്നിൽ, വക്കീലിന്റെ ഓഫീസിന്റെ മുന്നിൽ ഇതൊക്കെയായിട്ട് നടക്കും. ആ ജീവിതം കണ്ണീരിലായി. ഇങ്ങനെ ഏകദേശം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 2000-ലേറെ ആളുകളാണ് തീഹാർ ജയിലിലുള്ളത്. ഇവരുടെ കുടുംബങ്ങൾ അനാഥമാക്കിയതല്ലാതെ ഇവരെന്ത് നേടിയതുകൊണ്ട്? ഓക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ശ്രീ കെവിൻ പീറ്റർ. നമ്മുടെ ചർച്ച ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇവിടെ ഹർത്താലിന്റെ പേരിൽ, പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ഹർത്താലിന്റെ പേരിൽ നഷ്ടം ഈടാക്കാനായിട്ട് ഹൈക്കോടതി വിധിച്ചു. നഷ്ടം ഈടാക്കണമെന്ന്. ഏതോ 2 സ്ഥലത്ത് ജപ്തിക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായ സർവേ നമ്പറിൽ ഉണ്ടായ ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ പേരിൽ അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടോ? ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ ചോദിക്കാനുണ്ടോ? ഇപ്പൊ നമ്മൾ ഇത്തരത്തിൽ ചർച്ച നടത്തിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ പൊങ്ങി വന്നു മാത്രം. അപ്പോൾ ഇത്തരം സാഹചര്യം നിലനിൽക്കെ നാം ബുദ്ധിപൂർവം ചിന്തിച്ചാൽ ജോസഫ് മാഷ്മാർ ഇനി ഉണ്ടാവില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾ ചർച്ച സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. ശ്രീ കെവിൻ പീറ്റർ അവസാനം പറഞ്ഞതുപോലെ വളരെ വ്യക്തമായും കൃത്യമായുമുള്ള ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്.
ഇനിയും ഇതുപോലെ ജോസഫ് മാഷുമാർ ഉണ്ടാവാതിരിക്കട്ടെ. കേരളത്തിൽ, സാംസ്കാരിക കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കാണുന്ന പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.